الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, അടുത്ത ഹദീസ് അർബഈൻ നബവിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഞങ്ങളെ ഉപദേശിച്ചു. മൗഇദത്തൻ ബലീഗ, വളരെ ഹൃദയസ്പർശിയായ, മനസ്സിൽ തട്ടുന്ന ഉപദേശം. വജ്ലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ, അത് കേട്ട് മനസ്സുകൾക്ക് പേടിയുണ്ടായി. വദറഫത് മിൻഹൽ ഉയൂൻ, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഫഖുൽനാ യാ റസൂലല്ലാഹ്, സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഔസിന കഅന്നഹ മൗഇദതു മുവദ്ദ, താങ്കളുടെ ഈ ഉപദേശം, ഇപ്പോൾ നടത്തിയ ഈ സംസാരം യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരാളെ പോലെയുണ്ട്. ഫഔസിന, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വസിയത്ത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, തഖ്വ പാലിക്കണമെന്ന് ഉപദേശിക്കുന്നു. വസ്സംഇ വസ്സാഅ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം, നിങ്ങളുടെ ഭരണാധികാരികളെ അനുസരിക്കണം എന്ന് വസിയത്ത് ചെയ്യുന്നു. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, എത്യോപ്യക്കാരനായ ഹബശിയായ ഒരു അടിമയാണ് നിങ്ങളുടെ മേൽ ഭരണാധികാരിയായി വരുന്നതെങ്കിലും, വഇന്നഹു മൻ യഅ്ശ് മിൻകും, നിങ്ങളിൽ ആരാണോ ദീർഘകാലം ജീവിച്ചിരിക്കുന്നത്, ആർക്കാണോ ആയുസ് നീളുന്നത്, ഫസയറ ഇഖ്തിലാഫൻ കസീറ, അടുത്ത വസിയത്ത്, അടുത്ത ഉപദേശം ഇതാണ്. തഖ്വ, രണ്ടാമതായി ഭരണാധികാരികളെ അനുസരിക്കൽ, മൂന്നാമത്തെ വസിയത്ത്, നിങ്ങൾ ആരാണോ ദീർഘകാലം ജീവിച്ചിരിക്കുന്നത് അവൻ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, ഭിന്നിപ്പുകൾ സമുദായത്തിൽ ഒട്ടെടുക്കുന്നത് കാണേണ്ടി വരും. ആ സമയത്ത് ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയ്യിൻ, എന്റെയും എന്റെ പിൽക്കാലത്ത് എന്റെ പിൻഗാമികളായി വരുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെയും സുന്നത്ത് മുറുകെ പിടിക്കുക. വഇയ്യാകും വൽ മുഹ്ദസാത്ത്, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന ആചാരങ്ങൾ, ബിദ്അത്തുകൾ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, അങ്ങനെ കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം വഴികേടാകുന്നു, ദലാലത്താകുന്നു. ഈ ഹദീസിന്റെ ആശയം, ആദ്യം ഇതിൽ പറഞ്ഞ ഓരോ വാക്കുകളുടെയും വാചകങ്ങളുടെയും ആശയം എന്താണെന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് നബവി റഹ്മത്തുള്ളാഹി ഈ ഹദീസ് ഉദ്ധരിച്ചത്? നമ്മൾ ഓരോ ക്ലാസ്സിലും പറയാറുണ്ട്, ഈ കിതാബിന്റെ പേര് തന്നെ അൽ അർബഈൻ ഫി മബാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അടിത്തറകളായിട്ടുള്ള 40 ഹദീസുകളാണ്. എന്തുകൊണ്ടാണ് ഈ ഹദീസ് ഇതിൽ ഉൾപ്പെടുത്തിയത്? ഈ ഹദീസിൽ പ്രധാനമായും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഹക്ക്, തഖ്വ, അള്ളാഹുവിനെ അനുസരിക്കാൻ കൽപ്പിച്ചു. രണ്ടാമതായി, ഭരണാധികാരികൾ അനുസരിക്കാൻ പഠിപ്പിച്ചു. വസ്സംഇ വസ്സാഅ, ഈ രണ്ട് കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ നടപ്പിലാക്കിയാൽ അവരുടെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടും. ചില ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അള്ളാഹുവിനോട് അനുസരണ കാണിച്ചാൽ, തഖ്വ പാലിച്ചാൽ ആഖിറത്ത് രക്ഷപ്പെട്ടു, പരലോകം രക്ഷപ്പെട്ടു. ഭരണാധികാരികളെ ജനങ്ങൾ അനുസരിച്ചാൽ അവരുടെ ദുനിയാവ് സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. അപ്പോൾ ദുനിയാവിലെയും ആഖിറത്തിലെയും സമാധാനത്തിനുള്ള വഴിയാണ് ഈ ഹദീസ്. അതുകൊണ്ടാണ് നബവി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചത് എന്ന് ചില ഉലമാക്കൾ അവരുടെ ശറഹുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ പറയുന്ന ഓരോ വാചകങ്ങളും ഓരോ വാക്കുകളും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉപദേശിച്ചു, വഅദ് പറഞ്ഞു എന്നാണ് ഇർബാദ് ഇബ്നു സാരിയ പറയുന്നത്. വഅദന റസൂലുള്ളാഹ്, എന്താണ് വഅദ് എന്ന് പറഞ്ഞാൽ? പല ഉലമാക്കളും ഈ വാക്കിനെ, വഅദ് അല്ലെങ്കിൽ മൗഇദ എന്ന വാക്കിനെ വിശദീകരിച്ചത് കാണാം. അവരതിന്റെ ഒരു നിർവചനമായിട്ട് പറയുന്നത്, അൽ ഇഅലാമു ഔ തദ്കീർ അൽ മഖ്റൂനു ബിത്തർഗീബ് വതർഹീബ്, ജനങ്ങളെ ദീനിന്റെ കാര്യങ്ങൾ അറിയിക്കുക, ഇഅലാം അല്ലെങ്കിൽ തദ്കീർ, ഓർമ്മിപ്പിക്കുക. മഖ്റൂനൻ ബിത്തർഗീബ് വതർഹീബ്, പേടിപ്പിച്ചുകൊണ്ടും പ്രതീക്ഷ നൽകിക്കൊണ്ടും. അഥവാ എന്ത് കാര്യമാണ് ഉപദേശിക്കുന്നത് അതനുസരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്ന് തർഗീബ്, അത് പറഞ്ഞ് പ്രതീക്ഷിപ്പിക്കുക, പ്രതീക്ഷ ഉണ്ടാക്കുക. അതുപോലെ എന്ത് കാര്യമാണോ വിലക്കുന്നത്, താക്കീത് ചെയ്യുന്നത്, അതിന്റെ കൂടെ തർഹീബ്, അത് ചെയ്യാതിരിക്കാൻ പ്രേരണയാകുന്ന തരത്തിൽ അതിന്റെ അപകടങ്ങളെക്കുറിച്ച്, ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചൊക്കെ അതിന്റെ കൂടെ പറയുക. ഇതാണ് മൗഇദത്ത് എന്ന് പറയുന്നത്. ഒരു കാര്യം, നമസ്കാരം നിർബന്ധമാണ്, അതുപോലെ വ്യഭിചാരം ഹറാമാണ് എന്ന് പറഞ്ഞാൽ മൗഇദത്താവുകയില്ല. അതിന്റെ കൂടെ നമസ്കരിച്ചാൽ ഇന്ന പ്രതിഫലമുണ്ട്,
സ്വർഗമുണ്ട്, സ്വർഗത്തിൽ അള്ളാഹു വിരുന്നൊരുക്കി വെക്കുന്നുണ്ട് സുന്നത്ത് നമസ്കരിച്ച ആളുകൾക്ക്. അതുപോലെ വ്യഭിചാരികൾക്ക് അവർക്ക് ബർസഖിൽ തന്നെ കടുത്ത ശിക്ഷയുണ്ടെന്ന് ഹദീസിൽ വന്നത് കാണാം. ഒരു വലിയ അടുപ്പിൽ താഴ്ഭാഗം വീതി കൂടിയതും മുകളിൽ വീതി കുറഞ്ഞതുമായ ഒരു പാത്രത്തിൽ, ഒരു ഇരുമ്പിന്റെ ഒരു അടുപ്പ് പോലെയുള്ള പാത്രത്തിൽ അവരിട്ട് കരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശിക്ഷ ഇതിനുണ്ട് എന്ന് ഇതിന്റെ കൂടെ പറഞ്ഞു കൊടുക്കുക. അതാണ് വഅദ് എന്ന് പറയുന്നത്. ഇതാണ് അറിയപ്പെട്ട വിശദീകരണം. പക്ഷെ മറ്റു ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം, വഅദ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, നേരെ മറിച്ച് കേവലം ഹലാൽ ഹറാമുകൾ പറഞ്ഞു കൊടുക്കുന്നത് ഫുഖഹാക്കളെ പോലെ, ഫിഖ് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ പോലെ ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ്, ഇന്നത് വാജിബാണ്, ഇന്നത് സുന്നത്താണ് എന്ന് മാത്രം പറയുന്നതിനും വഅദ് എന്ന് പറയാം. കാരണം എന്താണ്? അല്ലാഹു തആല ആ അർത്ഥത്തിൽ വഅദ് എന്ന വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ. അല്ലാഹു തആല അദ്ല് കൽപ്പിച്ചിരിക്കുന്നു, അദ്ല് കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു, നീതി പുലർത്തണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. വൽ ഇഹ്സാൻ, ആളുകൾക്ക് ഇഹ്സാൻ ചെയ്യണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. വ ഈതാഇ ദിൽ ഖുർബ, ബന്ധുക്കൾക്ക്, അടുത്ത കുടുംബക്കാർക്ക് അവരുടെ ഹക്കുകൾ കൊടുക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, മ്ലേച്ഛമായ പ്രവൃത്തികൾ, വൻപാപങ്ങൾ, അതുപോലെ എല്ലാ തിന്മകളും, മറ്റുള്ളവരോട് അക്രമം കാണിക്കുന്നത്, ഇതൊക്കെ അള്ളാഹു വിലക്കിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു യഅഇദുകും ലഅല്ലകും തദക്കറൂൻ, അള്ളാഹു നിങ്ങളോട് ഉപദേശിക്കുന്നു, വഅദ് പറയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? അഹ്കാമുകൾ മാത്രമാണ്. ഇന്നത് നല്ലത്, ഇന്നത് ചീത്ത. അതിന്റെ കൂടെ പ്രതിഫലത്തെക്കുറിച്ചോ ശിക്ഷയെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല. അപ്പൊ അത്തരം സന്ദർഭത്തിലും ഇങ്ങനെയുള്ള കേവലം അള്ളാഹുവിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും വഅദ് എന്ന് പറയാം എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അതുപോലെ തന്നെ ത്വലാഖിനെ കുറിച്ച് പറഞ്ഞിട്ട്, ത്വലാഖിനെ കുറിച്ച് പറയുന്ന ആയത്തിൽ അള്ളാഹു തആല വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ദാലികും തുഅദൂന ബിഹി, നിങ്ങൾക്ക് വഅദായിട്ട് പറഞ്ഞു തരുന്നതാകുന്നു ഇത്. ത്വലാഖിന്റെ നിയമങ്ങളാണ് അതിനു മുമ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കേവലം ശർഈയായ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും വഅദ് എന്ന് പറയാം എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ള അഭിപ്രായം. എന്ന് മാത്രമല്ല, പരലോകത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രതിഫലത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വഅദ് അതിനേക്കാൾ ചിലപ്പോൾ പ്രയോജനം ചെയ്യും അഹ്കാം ശർഈയ, ദീനി നിയമങ്ങൾ, ഹലാൽ ഹറാമുകൾ പറഞ്ഞുകൊണ്ടുള്ള ഉപദേശത്തിൽ. അത് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരാൾ ഖബർ ശിക്ഷയെക്കുറിച്ചും നരകശിക്ഷയെക്കുറിച്ചും അതുപോലെ സ്വർഗത്തിലെ സുഖങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് മനസ്സിൽ തട്ടുന്ന ഒരു ഉപദേശം നടത്തിയാൽ, ഒരു വാദ് പറഞ്ഞാൽ, അത് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തട്ടും. ചിലപ്പോ കരഞ്ഞു പോകും ആളുകൾ. പക്ഷെ അതിന്റെ ആയുസ് കുറവായിരിക്കും. അത് അധിക സമയം നീണ്ടു നിൽക്കുകയില്ല. ആ സദസ്സ് പിരിഞ്ഞു പോയാൽ വളരെ പെട്ടെന്ന് തന്നെ അത് നമ്മൾ മറന്നുപോകും. പക്ഷെ ഇന്ന കാര്യം ഹറാമാണ്, ഇന്ന കാര്യം ഫർളാണ് എന്ന് പറയുന്ന സദസ്സാണെങ്കിലോ, അത് കേൾക്കുന്ന സമയത്തുള്ള സ്വാധീനം കുറവാണെങ്കിലും അതിന്റെ സ്വാധീനം നിലനിൽക്കും. അത് കുറെ കാലം നമുക്ക് ഓർമ്മയുണ്ടാകും. ചിലപ്പോൾ മരണം വരെ നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ടാകും. അപ്പൊ ഇതിന് രണ്ടിനും വഅദ് എന്ന് പറയും. രണ്ടും ആവശ്യമാണ്. ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടും ആവശ്യമാണ് എന്നത് സംശയമില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, നമുക്കറിയാം, അദ്ദേഹം ഇൽമിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരാളാണ്. ഹദീസിലും അതുപോലെ ഫിഖ്ഹിലും ഒക്കെ ഇമാമായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ അഹ്വജന്നാസ് ഇലാ ഖാസിൻ സദൂഖ്, സത്യസന്ധനായിട്ടുള്ള സദൂഖായിട്ടുള്ള ഉപദേശകൻ. ഖാസ് എന്ന് പറഞ്ഞാൽ വാഇൽ എന്നതിന് മുൻഗാമികൾ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഉപദേശകൻ, വാദ് പറയുന്നവർ. അധികം ഇൽമുണ്ടാവുകയില്ല, പക്ഷെ ആളുകളെ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ എത്ര ആവശ്യമാണ് എന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാം. അദ്ദേഹത്തോട് ചോദിച്ചു, അതറ അദ്ദഹാബ ഇലൈഹിം, അവരുടെ അടുത്ത് പോയി അങ്ങനെയുള്ള സദസ്സുകളിൽ ഇരിക്കുന്നത് താങ്കൾ അനുവദിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം, ആദ്യകാലത്ത് പണ്ഡിതന്മാർക്ക് ഇത്തരം ആളുകളോട് താല്പര്യം കുറവായിരുന്നു. കാരണം അവർക്ക് ഇൽമു കുറവായിരിക്കും. അവരുടെ സദസ്സുകളിൽ ആളുകൾ ഒരുമിച്ച് കൂടും, എന്നിട്ട് അവർ സംസാരിക്കും. അത് കേട്ട് ആളുകൾ കരയും, പാപികളായ ആളുകൾ തൗബ ചെയ്യും. അത് നല്ല കാര്യമാണ്. പക്ഷെ അതിന് ഒരു അപകടം കൂടിയുണ്ട്. അതെന്താണ്? ശരിയായ ഇൽമിൽ നിന്ന് ആളുകളെ തടയുന്ന ഒരു സ്വഭാവം ഇത്തരക്കാർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ദഈഫായ ഹദീസുകൾ ധാരാളം ഉദ്ധരിക്കും, കെട്ടുകഥകൾ പറയും. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് അത്തരക്കാരെ പണ്ഡിതന്മാർ മോശമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അതറ ദഹാബ ഇലൈഹിം. അപ്പൊ ഇമാം അഹ്മദ് പറഞ്ഞു, ഇദാ കാന സദൂഖൻ, സത്യസന്ധനാണെങ്കിൽ, കെട്ടുകഥകൾ പറയാത്ത, ദഈഫായ ഹദീസുകൾ പറയാത്ത, അതുപോലെ ആളുകളെ ഇൽമിൽ നിന്ന് തടയാത്ത ആളാണെങ്കിൽ പോവാം എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് വഅദ് എന്ന വാക്കിന്റെ അർത്ഥം. വഅദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അധികം പണ്ഡിതന്മാരും പറയുന്നത് ഇങ്ങനെയുള്ള ആഖിറത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഉപദേശം
പക്ഷെ ശരഈയായ അഹ്കാമുകൾ പറയുന്നതിനും വഅദ് എന്ന് പറയും. അതാണ് കൂടുതൽ നിലനിൽക്കുന്ന കൂടുതൽ ഉപകാരമുള്ള വഅദ്. എന്നാൽ അതിന്റെ കൂടെ തന്നെ രണ്ടും ആവശ്യമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഅദിനെ പറ്റി സഹാബി പറഞ്ഞത് മൗഇദത്തൻ ബലീഗായിട്ടുള്ള മനസ്സിൽ തട്ടുന്ന ഒരു ഉപദേശം എന്നാണ്. ബലീഗ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തട്ടുന്ന, പറയുന്ന ആശയം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്ന ഉപദേശം എന്നൊക്കെയാണ് അർത്ഥം. വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. അടുത്തതായി ഈ സഹാബി പറയുകയാണ്, ഈ ഉപദേശം കേട്ടപ്പോൾ മനസ്സുകൾക്ക് ഭയമുണ്ടായി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ രണ്ട് കാര്യങ്ങൾ അഹ്ലുൽ ഈമാനുള്ള ആളുകളുടെ സിഫത്താണ്, അവരുടെ വിശേഷണമാണ്. ഖുർആനിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ സിഫത്തുകളായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, ദീനിനെ കുറിച്ച് കേട്ടാൽ അവരുടെ മനസ്സിൽ ഭയമുണ്ടാകും. അതുപോലെ അവരുടെ കണ്ണുകൾ നിറയും, അവർ കരയും. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന, യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ പേടിയുണ്ടാകും, അവരാണ് മുഅ്മിനീങ്ങൾ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചാൽ സാദത്ഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു ആകുന്നു അഹ്സനുൽ ഹദീസ്, ഏറ്റവും നല്ല സംസാരം, ഖുർആൻ അവതരിപ്പിച്ചത്. എന്താണ് ആ ഖുർആന്റെ പ്രത്യേകത? കിതാബൻ മുതശാബിഹൻ മസാനി, അത് പരസ്പര സാദൃശ്യമുള്ള ഗ്രന്ഥമാണ്. ഖുർആന്റെ ഏത് ഭാഗത്തെടുത്ത് നോക്കിയാലും ഒരുപോലെ തോന്നും, ഒരേ ആശയങ്ങൾ ആവർത്തിക്കുന്നത് പോലെ തോന്നും. മസാനി, ആവർത്തിക്കുന്ന ഗ്രന്ഥമാണ്, ആവർത്തിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥമാണ്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന ആമനു, ഈ ഖുർആൻ കേട്ടാൽ മുഅ്മിനീങ്ങളുടെ അവരുടെ തൊലി അതിൽ അനക്കമുണ്ടാകും, അവർക്ക് രോമാഞ്ചമുണ്ടാകും, പേടി കൊണ്ട് അവരുടെ ശരീരത്തിൽ അതിന്റെ ആ താഴ്മ പ്രകടമാകും എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ സഹാബത്തിന്റെ പ്രത്യേകതയായിരുന്നു, അതുപോലെ മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയായി ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉപദേശം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിൽ ഭയവും അതുപോലെ കരയുകയും ചെയ്യുക എന്നുള്ളത്. പിന്നീട് ഈ ഹദീസിൽ വന്ന ഒരു വാക്ക് വസിയ്യത്ത് എന്ന വാക്കാണ്. എന്താണ് സഹാബത്ത് പറഞ്ഞത്? ഔസിന, ഞങ്ങൾ ഉപദേശിക്കൂ എന്ന് പറഞ്ഞു. വസിയ്യത്ത് എന്ന വാക്കിന്റെ അർത്ഥം അൽ അഹ്ദു ബി അംറിൻ ഹാം, പ്രധാനപ്പെട്ട ഒരു കാര്യം കരാർ ചെയ്യുന്നതിനാണ് വസിയ്യത്ത് എന്ന് പറയുക. നമ്മൾ സാധാരണ മരിക്കാൻ കിടക്കുന്ന ആളുകൾ സ്വത്ത് എങ്ങനെ വീതിക്കണം എന്ന് പറയുന്നതിന് വസിയ്യത്ത് എന്നാണ് പ്രയോഗിക്കാറുള്ളത്. അത് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അങ്ങനെ പറയുന്നതിന് വസിയ്യത്ത് എന്ന് തന്നെയാണ് പറയുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയ്യത്തുകൾ എന്താണ്? ഒന്നാമത്തേത് തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. തഖ്വ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം. കാരണം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഹക്കുള്ളത് ആരോടാണ്? ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനേക്കാൾ നമുക്ക് കടപ്പാടുള്ള ഒരാളും ഈ ലോകത്തില്ല. ഒരാളും അള്ളാഹുവിനേക്കാൾ കൂടുതൽ നമുക്ക് ഉപകാരം ചെയ്തവനായി ഇല്ല. എന്ന് മാത്രമല്ല, നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ആരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അതിന്റെയൊക്കെ അടിസ്ഥാനം അള്ളാഹു തആല അവനാണ് അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നലുണ്ടാക്കിയത്. കാരണങ്ങളൊക്കെ നമുക്ക് വേണ്ടി സംവിധാനിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ ഓർമ്മിപ്പിച്ചു. തഖ്വല്ലാഹ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാര് തഖ്വ എന്ന വാക്ക് വിശദീകരിച്ചതായി പലതരത്തിലുള്ള പ്രയോഗങ്ങൾ, പലതരത്തിലുള്ള നിർവചനങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ അതിന്റെയൊക്കെ വാക്കുകൾ വ്യത്യസ്തമാണെങ്കിലും ആശയം ഒന്ന് തന്നെയാണ്. എന്താണ് ആശയം? ചിലർ പറഞ്ഞത് കാണാം, തഖ്വല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇത്തിഹാദുൽ വിഖായത്തി മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു രക്ഷാമാർഗം, ഒരു പ്രതിരോധ മാർഗം സ്വീകരിക്കുക. അള്ളാഹിന്റെ അദാബിൽ നിന്ന് സ്വന്തം തടി രക്ഷപ്പെടുത്തുക. എങ്ങനെയാണത്? ബിഫഇലി അവാമിരിഹി വജ്തിനാബി നവാഹിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അവൻ വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇത് രണ്ടും ചെയ്തുകൊണ്ട് സ്വന്തത്തെ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഇതാണ് തഖ്വ എന്ന് ചിലർ പറഞ്ഞത് കാണാം. മറ്റു ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം, അൻ തഅമല ബിതാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹി തർജു സവാബല്ലാഹ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള ത്വാഅത്തുകൾ, പുണ്യങ്ങൾ ചെയ്യുക, അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ, അഥവാ അള്ളാഹു തആല പഠിപ്പിച്ചതുപോലെ ഖുർആനും സുന്നത്തിലും പറഞ്ഞതായ നന്മകൾ, നിർബന്ധങ്ങളും സുന്നത്തുകളുമായ കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, സവാബ് പ്രതീക്ഷിച്ചുകൊണ്ട്. വൻ തത്രുക മഅസിയത്തല്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന് ധിക്കാരമായിട്ടുള്ള, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്ന് എവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത്? അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹു ഇറക്കിയ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട്. തഖാഫു ഇഖാബല്ലാഹ്, അള്ളാഹുവിന്റെ അദാബ് പേടിച്ചുകൊണ്ട്.
ഇതാണ് തഖ്വ എന്ന് പറഞ്ഞവരുണ്ട്. ഇതും ആദ്യം പറഞ്ഞത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. നന്മ ചെയ്യുക, തിന്മ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ ഒരു വിശദീകരണമാണ്. ആ നന്മ ഖുർആനും സുന്നത്തിലുള്ളതായിരിക്കണം, തിന്മ ഖുർആനും സുന്നത്തിനും വിലക്കിയ കാര്യമായിരിക്കണം എന്ന് മാത്രം. അതുപോലെ ചില മുൻഗാമികൾ ആവർത്തിച്ച് പറയുന്ന ഒരു ബൈത്തുണ്ട്, ഒരു കവിതയുണ്ട്. എന്താണ് തഖ്വ എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഖല്ലിദ് ദുനൂബ സഗീറഹ വകബീറഹ ദാക തഖ്വ. ചെറുതും വലുതുമായ തിന്മകൾ മുഴുവൻ ഉപേക്ഷിക്കുക, അതാണ് തഖ്വ എന്ന് പറയുന്നത്. വസ്ന കമാശിൻ ഫൗഖ അർദി ശൗകി യഹ്ദറു മാ യറ. മുള്ളു നിറഞ്ഞ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ പോലെ ജീവിക്കുക. അവനെന്ത് ചെയ്യും? ആ മുള്ളു തട്ടാതെ സൂക്ഷിച്ച് നടക്കും. ഇതും നേരത്തെ പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, അവൻ വിലക്കിയത് ഉപേക്ഷിക്കുക. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണെങ്കിലും ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുക. അതിന് ഉള്ള മാർഗം അവൻ കൽപ്പിച്ചത് ചെയ്യുക, വിലക്കിയത് ഉപേക്ഷിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ വസിയത്ത്. അള്ളാഹു തആല ഉപദേശിച്ചിട്ടുള്ള പ്രധാനമായ ഉപദേശമാണിത്. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകിയ മുൻഗാമികളായ സമുദായങ്ങൾക്കും നിങ്ങൾക്കും നമ്മുടെ ഉപദേശം വസിയത്ത് ഇതാകുന്നു, അനിത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാകുന്നു. അള്ളാഹു തആല ഈ കണ്ട കിതാബുകൾ മുഴുവൻ ഇറക്കിയത് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയാൻ വേണ്ടിയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി ഉപദേശിച്ച കാര്യം. രണ്ടാമത് വസ്സംഇ വത്താഅ, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഭരണാധികാരികളുടെ കൽപ്പനകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഇതും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉ അല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ ഭരണാധികാരികളെയും അനുസരിക്കുക. എന്നിട്ട് ഭരണാധികാരികളെ അനുസരിക്കണം എന്ന കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ വേണ്ടി, അതിന്റെ ഗൗരവം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണം പറഞ്ഞു. ഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, ആ ഭരണാധികാരി ഒരു എത്യോപ്യൻ അടിമയാണെങ്കിലും ഒരു നീഗ്രോ ആയ അടിമയാണെങ്കിലും അനുസരിച്ചിരിക്കണം. അപ്പൊ ആ അനുസരണയുടെ കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. എങ്ങനെയുള്ള അടിമയാണ്? വഇൻ തഅമ്മറ എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മേൽ സ്വയം ഭരണാധികാരിയായി അവകാശപ്പെട്ടിരിക്കുന്നത് ഒരു അടിമയാണെങ്കിലും, അഥവാ ആളുകൾ തെരഞ്ഞെടുത്തതല്ല, മുമ്പുള്ള ഭരണാധികാരി വസിയത്ത് ചെയ്തതല്ല, അയാളുടെ യോഗ്യത കണ്ട് മുസ്ലിമീങ്ങളെ ഏകോപിച്ചതല്ല, അങ്ങനെയൊന്നുമല്ല. തഅമ്മറ, ഞാൻ അമീറാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് വന്നതാണ്. അങ്ങനെയാണെങ്കിലും അനുസരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിൽ ഒരാൾക്ക് ഭരണാധികാരം കിട്ടുന്നത് 4 രൂപത്തിലാണ്. അതിൽ 3 ഇസ്ലാം പഠിപ്പിച്ചതാണ്, 1 പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ 4-ൽ ഏത് രൂപത്തിൽ ഭരണത്തിൽ വന്നാലും അയാളുടെ അധികാരം, അയാളുടെ ഭരണാധികാരി എന്ന സ്ഥാനം അതിന് പ്രാബല്യമുണ്ട്, അതിന് അംഗീകാരമുണ്ട്. അയാളെ ഭരണാധികാരിയായി കാണണം, അനുസരിക്കണം. ഈ 4-ൽ ഒരു രൂപത്തിലായിരിക്കും ഭരണാധികാരി ഉണ്ടാവുക. അതിൽ 3 അനുവദനീയമാണ്, 1 വിലക്കപ്പെട്ടതാണ്. എന്നാലും ഈ 4 രൂപത്തിൽ, അനുവദിക്കപ്പെട്ട 3 രൂപത്തിലാണെങ്കിലും വിലക്കപ്പെട്ട രൂപത്തിലാണെങ്കിലും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ, രാജ്യം അയാൾക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അയാൾ അനുസരിക്കൽ നിർബന്ധമാണ്. ഏതൊക്കെയാണ് ഈ 4 രീതികൾ? ഒന്നാമത്തേത് ഇജ്മാഉ അഹ്ലിൽ ഹല്ലി വൽ അഖ്ദ്. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ പ്രധാനികളായ ആളുകൾ, ഇൽമു കൊണ്ടും പ്രശസ്തി കൊണ്ടും ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത കൊണ്ടുമൊക്കെ ഉയർത്തി നിൽക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ മുസ്ലിം രാജ്യത്തെ, അങ്ങനെയുള്ള ആളുകൾ അവരേകോപിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭരണാധികാരം സ്ഥിരപ്പെട്ടു. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകേണ്ടത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം സഹാബത്ത് ഒരു യോഗം കൂടി തീരുമാനിച്ചതാണ്. അവിടെ എല്ലാ സഹാബത്തും പങ്കെടുത്തിട്ടില്ല. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്, സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനികൾ അവർ കൂടി ഏകോപിച്ച് തീരുമാനിച്ചു. രണ്ടാമത്തെ മാർഗമാണ് വസിയത്ത്. വസിയത്ത് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഭരണാധികാരി എന്റെ കാലശേഷം ഇന്നയാളായിരിക്കും ഭരണാധികാരി, അടുത്ത ഭരണാധികാരി എന്ന് തീരുമാനിക്കുക, നിശ്ചയിക്കുക. അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ബൈഅത്ത് ചെയ്യാൻ നിർബന്ധമായി, അയാളുടെ അധികാരം സ്ഥിരപ്പെട്ടു. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് മുമ്പ് ഉമറിനെ ഖലീഫയാക്കിയിട്ടാണ് മരണപ്പെടുന്നത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതാണ് ഇന്ന് പല മുസ്ലിം രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ? തെറ്റല്ല. തെറ്റായിരുന്നെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത് തെറ്റാകുമായിരുന്നു.
ഇനി അത് സ്വന്തം മക്കൾക്കാവുമ്പോൾ തെറ്റാകോ? ഒരിക്കലും തെറ്റാവുകയില്ല. എന്ന് മാത്രമല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സ്വന്തം കുടുംബത്തിലേക്ക് വസിയത്ത് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഭരണകാര്യങ്ങൾ കൂടുതൽ പിടിപാടുണ്ടാവുക അവർക്കായിരിക്കും. അതിൽ യാതൊരു തെറ്റുമില്ല. മൂന്നാമത്തേത്, നിലവിലുള്ള ഖലീഫ തന്റെ കാലശേഷം ആരായിരിക്കണം ഖലീഫ എന്നുള്ളത്, അല്ലെങ്കിൽ രാജാവ് ഭരണാധികാരി എന്നുള്ളത് തീരുമാനിക്കാൻ ഒരു ഷൂറയെ ഏൽപ്പിക്കുക. അവർ കൂടി തീരുമാനിക്കുക. 8 or 10 ആളുകളെ, അയാൾക്ക് ഇഷ്ടമുള്ള ഭരണാധികാരി തെരഞ്ഞെടുക്കുന്ന ഒരു സംഘം ആളുകളെ നിശ്ചയിച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഖലീഫയാക്കിക്കോളൂ എന്ന് തീരുമാനിക്കുക എന്ന് പറയുക. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അധികാരം കിട്ടിയത്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താവാനായപ്പോൾ അദ്ദേഹത്തിന് കുത്തേറ്റ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അലാ തസ്തഖ്ലിഫ്, നിങ്ങൾ അടുത്ത ഖലീഫയെ വസിയത്ത് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ താങ്കൾ അടുത്ത ഭരണാധികാരിയെ നിശ്ചയിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി ഇസ്തഖ്ലഫ്തു ഫഖദ് ഇസ്തഖ്ലഫ മൻ ഹുവ ഖൈറും മിന്നി, ഞാൻ അങ്ങനെ ഒരാളെ ഖലീഫയാക്കുകയാണെങ്കിൽ എനിക്കതിന് മാതൃകയുണ്ട്. എന്നെക്കാൾ നല്ല ഒരാൾ ഇപ്പണി ചെയ്തിട്ടുണ്ട്. ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. വഇൻ തറക്തു ഫഖദ് തറക മൻ ഹുവ ഖൈറും മിന്നി, ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിനും എനിക്ക് മാതൃകയുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട്. അടുത്ത ഖലീഫയെ വ്യക്തമായി വസിയത്ത് ചെയ്തിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ഷൂറയെ നിശ്ചയിച്ചു. 6 പേരെ, അശറത്തുൽ മുബശ്ശരീനിൽപ്പെട്ട 6 പേരെ നിശ്ചയിച്ചു. അലി, ഉസ്മാൻ, അതുപോലെ തൽഹ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബി വഖാസ് എന്നിവരെ നിശ്ചയിച്ചു. അവരിൽ നിന്ന് ഒരാളെ അടുത്ത ഖലീഫയായി തെരഞ്ഞെടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച ഷൂറയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തത്. ഈ 3 രീതികളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ 4ാമത്തെ രീതി എന്താണ്? ഈ ഹദീസിൽ പറഞ്ഞതുപോലെ തഅമ്മറ, സ്വയം ഞാനാണ് ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. നിലവിലുള്ള ഭരണാധികാരിക്കെതിരെ, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി മരണപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാനാണ് ഖലീഫ എന്ന് പറഞ്ഞ് ഒരാൾ അധികാരം ഏറ്റെടുക്കാൻ വരികയാണെങ്കിൽ, പക്ഷെ അങ്ങനെ ഒരാൾ വന്ന് അയാൾക്ക് ജനങ്ങൾ കീഴൊതുങ്ങിയാലോ, അയാൾ ഭരണം ബലമായി പിടിച്ചെടുത്താലോ അയാളെയും ഖലീഫയായി, ഭരണാധികാരിയെ വലിയുൽ അംറായി പരിഗണിക്കൽ, അംഗീകരിക്കൽ നിർബന്ധമാണ്. ഈ 4 രൂപത്തിലാണ് ഭരണാധികാരി ഉണ്ടാകുന്നത്. ഇസ്ലാം ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചിലർ പറയാറുണ്ട് ഇസ്ലാം എങ്ങനെയാണ് ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടില്ല. ഒരു പ്രത്യേക രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുലഫാ റാഷിദൂൻ, മുസ്ലിം ഉമ്മത്തിലെ ആദ്യത്തെ ഭരണാധികാരികൾ, അവർ 4 പേര് 4 രീതിയിലാണ് ഭരണത്തിൽ വന്നത്. അതിന്റെ അർത്ഥം പ്രത്യേകമായ ഒരു രീതി ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് അവർ തോന്നിയതുപോലെ അധികാരം ഏറ്റെടുത്തത് എന്നാണ് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ല, നേരെ മറിച്ച് ഈ 3 രീതികളിലാണ് ഭരണാധികാരി നിശ്ചയിക്കേണ്ടത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഖുലഫാ റാഷിദീങ്ങളുടെ ഈ ചരിത്രത്തിൽ നിന്ന്. അങ്ങനെ പറയുന്നവർ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് ഇസ്ലാമികമല്ലാത്ത രീതികൾ സ്വീകരിക്കാം. കാരണം ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല, അത് ഭൗതിക വിഷയമാണ്, അതിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. ഇസ്ലാമിൽ എങ്ങനെയാണ് ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകിൽ വസിയത്ത്, അല്ലെങ്കിൽ അഹ്ലുൽ ഹല്ലി വൽ അഖദിന്റെ ഇജ്മാ, അല്ലെങ്കിൽ ഷൂറ. ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കണം ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം എന്താണ്? ഈ ഹദീസിൽ ഇഖ്തിലാഫ് ഉണ്ടാകുമ്പോൾ, ജനങ്ങൾ ഭിന്നിക്കുമ്പോൾ അത്തമസ്സുകു ബിസുന്ന, സുന്നത്ത് മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ പിന്തുടരുക എന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ സുന്നത്തുൽ ഖുലഫാ റാഷിദീൻ, ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്ത് പിന്തുടരുക എന്നും പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് 4ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഉപദേശിച്ചത് വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ, മുഹ്ദസായിട്ടുള്ള, പുതുതായി ദീനിൽ കടത്തിക്കൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. അങ്ങനെയുള്ള മുഹ്ദസാത്തിനെ കുറിച്ച് താക്കീത് ചെയ്തു. അപ്പൊ ഇത്രയുമാണ് ഈ ഹദീസിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ. ഇതിൽ പറഞ്ഞ വാചകങ്ങളുടെയും വാക്കുകളുടെയും അർത്ഥങ്ങൾ ഇത്രയാണ്. ഹദീസിന്റെ മൊത്തത്തിലുള്ള അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് പണ്ഡിതന്മാര് ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ള, ഈ ഹദീസ് പഠിപ്പിക്കുന്ന, ഇത് ഉൾക്കൊള്ളുന്ന ചില പ്രധാനപ്പെട്ട കായികകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത് ഈ ഹദീസ് പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് വഅള് എന്ന് പറയുന്നത്. വഅളിന്റെ ആവശ്യകത,
ഉപദേശത്തിന്റെ ആവശ്യകത ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് ഈമാൻ കൂടുന്ന അവസരങ്ങളുണ്ടാകും, ഈമാൻ കുറയുന്ന അവസരമുണ്ടാകും. അങ്ങനെ ഈമാൻ കുറയുന്ന സമയത്ത് ഈമാൻ കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വഅദ് എന്ന് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സംസാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ അങ്ങനെ ഉപദേശിക്കുമായിരുന്നു. സഹീഹ് ബുഖാരിയിൽ കാണാം, സഹാബത്ത് പറഞ്ഞതായി കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യതഖവ്വലുനാ ബിൽ മൗഇദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് വഅദ് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അഥവാ കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ഒരു വഅദ് പറയും. അതിനിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പഠിപ്പിക്കുന്നുണ്ട്, എന്നും ഇൽമു പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനു പുറമെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, ഖബറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയുള്ള സംസാരം, മനസ്സിൽ ഈമാൻ ഉണ്ടാക്കുന്ന സംസാരം നടത്തുമായിരുന്നു. അതിനാണ് വഅദ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് നമ്മൾ കൂടുതൽ ആവശ്യക്കാരാണ്. ഈമാൻ ദുർബലമാകാനുള്ള സാഹചര്യങ്ങൾ കൂടിയിട്ടുണ്ട്. ഗഫ്ലത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്കറിയാം, ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സദസ്സുകൾ അത് വർദ്ധിപ്പിക്കുക, ഉണ്ടാക്കുക. അത് നമ്മുടെ വീട്ടിലാകാം, നമ്മുടെ സുഹൃത്തുക്കൾ കൂടുന്ന സമയത്താകാം. സഹാബത്ത് പരസ്പരം പറയാറുള്ളതായി അവരുടെ ചരിത്രത്തിൽ കാണാം. അവർ രണ്ടുപേര് നമ്മൾ കണ്ടുമുട്ടിയാൽ അവർ പറയും, ഹയ്യ ബിന നജ്ലിസ് ഹയ്യ ബിന നുഅ്മിൻ സാഅ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഈമാൻ വർദ്ധിപ്പിക്കാം എന്നവർ പറയുമായിരുന്നു. അപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ദീനുള്ള ആളുകൾ, ഇൽമ് പഠിക്കുകയും അതുപോലെ തന്നെ ദീനിയായി ജീവിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ പരസ്പരം കാണുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? അത് കുടുംബത്തിലായാലും സുഹൃത്തുക്കൾ തമ്മിലായാലും ഇങ്ങനെ പരസ്പരം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുക. അള്ളാഹുവിനെ കുറിച്ച്, ആഖിറത്തിനെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്ന സംസാരം നമ്മുടെ ഒരു വിഷയമാക്കാൻ ശ്രമിക്കുക. നേരെ മറിച്ച് ഉള്ള ഈമാൻ കുറക്കുന്ന സംസാരമാണെങ്കിലോ അത് വലിയ അപകടമാണ്. അപ്പോൾ വഅദിന്റെ പ്രാധാന്യം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് വഅദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, റിഖ്ഖത്തു ഖുലൂബി സഹാബ, സഹാബത്തിന്റെ മനസ്സ് എത്രമാത്രം നല്ല മനസ്സായിരുന്നു എന്നത് ഈ ഹദീസിൽ മനസ്സിലാക്കാം. എത്ര സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സായിരുന്നു സഹാബത്തിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചപ്പോൾ അവർ കരയുകയാണ് ചെയ്തത്. ഗറഫത് മിൻഹുൽ ഉയൂൻ, ആ ഉപദേശം കേട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാണ് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് വേറെയും ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചപ്പോൾ സഹാബത്ത് കൂട്ടത്തോടെ കരഞ്ഞതായി ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ സഹാബത്തിന്റെ മനസ്സ് അത്രയും നല്ലതായിരുന്നു. നല്ല മനസ്സ് ഉണ്ടാവുക എന്നുള്ളത് അതൊരു മുഅ്മിന്റെ ലക്ഷണമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ, ഈമാനുള്ള ആളുകൾ, നമ്മൾ നേരത്തെ സൂറത്തുൽ അൻഫാലിൽ ആയത്ത് പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ തട്ടും, അവരുടെ മനസ്സിൽ പേടിയുണ്ടാകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, ഖുർആൻ കേട്ടാൽ ഈമാൻ വർദ്ധിക്കും. അപ്പൊ നമുക്ക് ഈമാൻ ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു മാർഗമാണ്. ഒരു ഉപദേശം കേട്ടാൽ, അത് നേരിട്ടാണെങ്കിലും റെക്കോർഡ് ചെയ്തതാണെങ്കിലും വായിച്ചാലും പരസ്പരം സംസാരിക്കുമ്പോഴാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും പറഞ്ഞാൽ മനസ്സിൽ തട്ടുന്നുണ്ടോ, നമുക്ക് പേടിയുണ്ടാകുന്നുണ്ടോ, അത് ഈമാൻ ഉണ്ടോ ഇല്ലേ എന്നറിയാനുള്ള മാർഗമാണ്. ആ പേടി എത്രയുണ്ട്, മനസ്സിൽ എത്ര തട്ടുന്നുണ്ട്, അത്രയും അളവിൽ നമ്മുടെ ഉള്ളിൽ ഈമാൻ ഉണ്ട് എന്നർത്ഥം. അല്ലെ, സഹാബത്ത് അവര് വലിയ സമൂഹത്തിൽ പേരും പ്രശസ്തിയുമുള്ള, അതുപോലെ തന്നെ നമ്മെക്കാളൊക്കെ ധീരന്മാരായ, ഗൗരവക്കാരായ ആളുകളൊക്കെ ആയിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ഖുർആൻ കേട്ടാൽ കരയുമായിരുന്നു. സൂറത്ത് തൂർ കേട്ടിട്ട്, നമസ്കാരത്തിൽ ഒരാൾ സൂറത്ത് തൂർ ഓതുന്നത് കേട്ട് അദ്ദേഹം കിടപ്പിലായിപ്പോയി എന്ന് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, ചരിത്രത്തിൽ കാണാം. രോഗമായി പോയി. സൂറത്ത് തൂറിൽ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ഖുർആൻ ഓതി കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ 2 കണ്ണിന്റെയും താഴെ ഒരു അടയാളം ഉണ്ടായിരുന്നു എന്ന് കാണാം. ഇതുപോലെ നിരവധി സഹാബത്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അദ്ദേഹത്തെ ഇമാമാക്കി നിർത്തി നമസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? ഇന്ന അബാ ബക്രിൻ റജുലുൻ അസീഫ് ലാ യകാദു യുസ്മിഉ ഇദാ ഖറഅ അൽ ഖുർആൻ, അദ്ദേഹത്തെ ഇമാമാക്കാൻ പറ്റുകയില്ല, കാരണം ഖുർആൻ ഓതിയാൽ അദ്ദേഹം കരയും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. അപ്പോൾ സഹാബത്തിന്റെ വിശേഷണമാണത്. അത് നമുക്ക് എത്ര ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. അല്ലാഹു തആല ഈ ആയത്തിൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നതാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ഉപദേശിക്കുന്ന ആളുകൾ
വഅദ് പറയുന്ന ആളുകൾ എങ്ങനെയായിരിക്കണം? ബലീഗായിരിക്കണം, മനസ്സിൽ തട്ടുന്ന രീതിയിൽ സംസാരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദിനെ കുറിച്ച് പറഞ്ഞത് മൗഇദത്തൻ ബലീഗ, ബലീഗായ ഉപദേശം നൽകിയെന്നാണ്. മനസ്സിൽ തട്ടുന്ന ഉപദേശം ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. മനസ്സിൽ തട്ടുന്ന അല്ലെങ്കിൽ ബലീഗായിട്ടുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സംസാരം എന്ന് പറയുന്നത് അതിന്റെ വിശദീകരണം പണ്ഡിതന്മാർ പറയുന്നത് കാണാം. പറയുന്ന ആശയം ശരിയായിരിക്കണം, നല്ലതായിരിക്കണം. അത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വളച്ചുകെട്ടില്ലാതെ വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ബലാഗ എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സാഹിത്യം എന്ന് പറയുന്നത്. അതല്ലാതെ ആർക്കും പരിചയമില്ലാത്ത വാക്കുകൾ പറയുക, അതുപോലെ തന്നെ കൃത്രിമമായ പ്രാസമൊപ്പിച്ച് സംസാരിക്കുക, ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ബലാഗ അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത്. അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ വളച്ചുകെട്ടോടുകൂടി അല്ലെങ്കിൽ വക്രമായി കൃത്രിമമായി ആർക്കും പരിചയമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുന്ന ആളുകൾ അവരുടെ സംസാരം ജനങ്ങൾ കേട്ട് ആസ്വദിക്കും, ഒരു ശബ്ദം ആസ്വദിക്കുന്ന നിലയ്ക്ക് അവർ ആസ്വദിക്കും. പക്ഷെ അത് മനസ്സിൽ തട്ടുകയില്ല. നമ്മൾ തന്നെ ആലോചിച്ചാലറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഉപദേശങ്ങൾ വളരെ നിഷ്കളങ്കമായി സംസാരിച്ച ആളുകളുടെ ഉപദേശമായിരിക്കും. ഇങ്ങനെയുള്ള കൃത്രിമമായ സാഹിത്യം അത് ആളുകളെ സ്വാധീനിക്കുകയില്ല. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ഹദീസുകൾ വായിച്ചു നോക്കൂ, എന്തെങ്കിലും വളച്ചുകെട്ടുണ്ടോ? അറബി ഏറ്റവും മിനിമം അറബി ഭാഷ അറിയുന്ന ഒരാൾക്കും വായിച്ചാൽ മനസ്സിലാകുന്നതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. അറബികൾ തമ്മിൽ ഏകോപിച്ചിട്ടുണ്ട്. അറബി ഭാഷയിലെ ഭാഷാ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് അഫ്സഹുൽ അറബ്. ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായി ഫസീഹായി സംസാരിക്കുന്ന അറബി എല്ലാ കവികളും, ജാഹിലിയ കാലം മുതൽ ഇന്ന് വരെയുള്ള അറബി കവികളും അതുപോലെ അറബിയിലെ പ്രസംഗകന്മാരും എല്ലാവരെയും എടുത്തു വെച്ചാൽ അതിൽ അഫ്സഹായിട്ടുള്ളത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് വിശ്വാസമുള്ള ഇഷ്ടം കൊണ്ട് ഒരു എന്താ പറയാ ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം ഹദീസുകൾ ഭാഷാപരമായി പഠിച്ച് ഭാഷാ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. അഫ്സഹുൽ അറബ്, ഏറ്റവും സ്പഷ്ടമായി സംസാരിച്ചിട്ടുള്ള അറബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിലെ സാഹിത്യം എന്താണ്? ഹദീസുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ലാളിത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിത്യം എന്ന് പറയുന്നത്. അതുപോലെ ആയിരിക്കണം ഉപദേശിക്കുന്ന ആളുകൾ. നാലാമത്തെ കാര്യം ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ വുജൂബു സമഇ വത്താഅ ലിവുലാത്തി ഉമൂരിൽ മുസ്ലിമീൻ, മുസ്ലിം ഭരണാധികാരികളെ അനുസരിക്കുക എന്നത് വാജിബാണ് എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. ഇത് അള്ളാഹു റസൂലും പഠിപ്പിച്ച കാര്യമാണ്. ഭരണാധികാരികൾ അനുസരിക്കണമെന്ന് പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടാക്കിയതല്ല, അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ശറഅ അവർക്ക് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള അവരുടെ ഹക്കാണ്. അല്ലെ, ഇസ്ലാം ചില ഹക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, അതാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അള്ളാഹുവിനോട് കുറെ ഹക്കുകളുണ്ട്. 5 നേരത്തെ നമസ്കാരം, അതുപോലെ റമളാൻ നോമ്പ്, ഇതൊക്കെ അള്ളാഹുവിനോടുള്ള ഹക്കാണ്. അതുപോലെ സൃഷ്ടികളോട് കുറെ ഹക്കുകളുണ്ട്. മാതാപിതാക്കളോട് ഇങ്ങനെയുള്ള ഹക്ക്, മക്കളോടുള്ള ഹക്ക് ഇന്നത്, ഭാര്യയോടുള്ള ഹക്ക്, ഭർത്താവിനോടുള്ള ഹക്ക്, അതുപോലെയുള്ള ഒരു ഹക്കാണ് ഭരണാധികാരികൾക്ക് കേൾക്കുക, അനുസരിക്കുക എന്നുള്ളത്. അവരുടെ കൽപ്പനകൾ, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ഇത് അള്ളാഹു കൽപ്പിച്ചു കഴിഞ്ഞു. പിന്നെ അതിൽ ചോദ്യമില്ല, അനുസരിക്കാനേ നിർവാഹമുള്ളൂ. ഇത് ചോദ്യം ചെയ്യുക എന്നുള്ളത് എന്ന് മാത്രമല്ല, ഈ കാര്യം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ ഭരണാധികാരികളുടെ ഏജന്റുമാരെന്നും അവരുടെ ചെരുപ്പ് നസ്തികളെന്നും എന്നൊക്കെ പറയുന്നത് വിവരക്കേട് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ വിമർശനം എങ്ങോട്ടാണ് പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്കാണ്. അലൈക്കും ബിസ്സംഇ വത്താഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെ പറ്റിയാ? ഞാനാണ് ഭരണാധികാരി എന്ന് പറഞ്ഞ് കടന്നു വന്ന ഒരു അക്രമിയായ ഭരണാധികാരിയെ കുറിച്ചാണ്. ഈ അബ്ദുൽ ഹബശി എന്ന് പറയുന്നത് സാലിഹായ ഒരാളല്ല. എന്തുകൊണ്ട്? നമുക്കറിയാം, തഅമ്മറ എന്ന വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. ഞാനാണ് ഭരണാധികാരി എന്ന് പറഞ്ഞ് ഗലബത്തായി, ഞാൻ ഭരണം പിടിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞു വന്നയാളാണ് ഈ അബ്ദുൽ ഹബശി. അപ്പൊ അങ്ങനെയുള്ള ആളെ കുറിച്ച് പറഞ്ഞപ്പോഴും അനുസരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ വേറെ ഹദീസുകൾ കാണാം, സതറൗന അസറതൻ, നിങ്ങൾ അനീതി കാണേണ്ടി വരും, എന്റെ കാലശേഷം നീതിയില്ലാത്ത അക്രമികളായ ഭരണാധികാരികൾ കടന്നു വരും. അസറത്ത് അഥവാ ജനങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കുക, അത് സ്വന്തമായി ഉപയോഗിക്കുക, ഇതാണ് അസറത്ത് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമൂറൻ തുൻകിറൂനഹ, നിങ്ങൾക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത തിന്മകൾ നിങ്ങൾ കാണേണ്ടി വരും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താണ് ഞങ്ങൾ അന്ന് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ക്ഷമിക്കാനാണ് പഠിപ്പിച്ചത്. നിങ്ങൾ ക്ഷമിക്കുക, അലൈക്കും ബിസ്സബ്ർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ ഈ കൊട്ടാരം പണ്ഡിതന്മാരെന്ന് പറയുന്നതിൽ വിശ്വാസം ഉൾപ്പെടും എന്നതാണ് യഥാർത്ഥത്തിൽ വരിക. അവർ വാക്കുകൊണ്ട് വായ കൊണ്ട് പറയുന്നില്ലെങ്കിലും അവരുടെ വാദത്തിന്റെ താല്പര്യം അതാണ്. അതുപോലെ തന്നെ സഹാബത്തും അവരുടെ ശേഷം വന്ന ഇമാമിങ്ങളും
എല്ലാവരും ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. എത്ര വലിയ അക്രമിയാണെങ്കിലും മുസ്ലിമാണോ അത്രയും കാലം, മുസ്ലിം ആകുന്നിടത്തോളം കാലം ഭരണാധികാരിയെ അനുസരിക്കണം എന്നുള്ളത്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ഉള്ള കാര്യമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇജ്മാ ഉള്ള കാര്യമാണ്. ശരി, ഇനി ഭരണാധികാരികൾക്ക് അവരെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തേത്, മുസ്ലിമായ ഭരണാധികാരിയുടെ ഇമാറത്ത്, അദ്ദേഹം ഭരണാധികാരിയാണ് എന്നത് വിശ്വസിക്കുക. അല്ലെ, ഖവാരിജികൾ അവർ ഭരണാധികാരികളുടെ ബൈഅത്തിൽ വിശ്വസിക്കുകയില്ല. ഒരാൾ ഖാരിജിയാണെങ്കിൽ, അവനൊരു മുസ്ലിം രാജ്യത്ത് ജീവിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ ഭരണാധികാരിക്ക് തനിക്ക് മേലൊരു അധികാരമുണ്ട്, ബൈഅത്തുണ്ട് എന്ന് വിശ്വസിക്കുകയില്ല. എന്നാൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഹക്ക്, അവരോടുള്ള ഒന്നാമത്തെ ബാധ്യത. രണ്ടാമത്തേത്, ഭരണാധികാരികളുടെ നന്മകൾ പ്രചരിപ്പിക്കുക. ഭരണാധികാരികൾ ചെയ്യുന്ന നന്മകൾ പ്രചരിപ്പിക്കുക. എന്തിനാണത്? നമുക്കറിയാം, ഒരു ഖാഇദയുണ്ട്, അൽ വസായിലു ലഹ അഹ്കാമുൽ ഗായാത്ത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് എന്തൊരു ലക്ഷ്യത്തിലേക്കാണോ എത്തിക്കുക, ആ ലക്ഷ്യത്തിന്റെ അതേ ഹുക്കുമായിരിക്കും ഈ മാർഗത്തിൽ. ഒരാൾ വസ്ത്രം വാങ്ങുന്നു, എന്തിനാണ്? നമസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കാൻ. നമസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കുക എന്നതിന്റെ ഹുക്കം എന്താണ്? വാജിബാണ്. അപ്പോൾ വസ്ത്രം വാങ്ങുന്നതിന്റെ ഹുക്കം എന്താണ്? വാജിബാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വസ്ത്രം വാങ്ങുക എന്ന് പറയുന്നത് വാജിബാണ്. അപ്പോൾ ഭരണാധികാരികളെ അനുസരിക്കുക എന്നുള്ളത് വാജിബാണ്. അപ്പൊ അവരുടെ നന്മകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് വാജിബാണ്. കാരണം ഭരണാധികാരിയെ കുറിച്ച് ആർക്കും ഒരു നല്ല അഭിപ്രായമില്ല സമൂഹത്തിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവരാൾ അനുസരിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മഹാസിൻ, അവർ ചെയ്യുന്ന നന്മകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ്, നല്ല കാര്യമാണ്. അപ്പൊ ഭരണാധികാരിയെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അതെന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അത് വിവരമില്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിലേക്കുള്ള വസീലയാണ്, അവരുടെ നന്മകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും, കേവലം ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണിത്. ഒരു സമൂഹം, ഒരു രാജ്യം, അതിന് കെട്ടുറപ്പുണ്ടാവുക അവിടുത്തെ ജനങ്ങൾ ഭരണാധികാരികളെ കുറിച്ച് നല്ലത് വിചാരിച്ചാലാണ്. എല്ലാവരും ഭരണാധികാരിയെ വെറുക്കുകയാണെങ്കിൽ ആ നാട്ടിൽ പുരോഗതി ഉണ്ടാവുമോ? ജനങ്ങൾക്ക് ഭരണാധികാരിയുമായി സഹകരിക്കാൻ, അവരുടെ ഭരണാധികാരികൾ മുന്നോട്ട് വെക്കുന്ന പദ്ധതികളും അവർ നാട് വികസിപ്പിക്കാനും പുരോഗതി ഉണ്ടാക്കാനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും അതിനോട് സഹകരിക്കാനും അത് വിജയിപ്പിക്കാനും താല്പര്യം ഉണ്ടാകണമെങ്കിൽ ഭരണാധികാരിയെക്കുറിച്ച് നല്ല ചിന്തയുണ്ടാകണം. അക്രമിയാണെങ്കിൽ പോലും, ഭരണാധികാരി അക്രമിയാണെന്ന് വിചാരിക്കുക, എല്ലാവരും ഇദ്ദേഹത്തെ വെറുക്കുന്നു, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടാകാൻ പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. അടുത്തതായി, മൂന്നാമതായി ഭരണാധികാരികൾക്കുള്ള ഹക്ക് അസ്ദബ്ബു അൻ അറാദിഹിം, അവരെ പ്രതിരോധിക്കുക. അവരെ കുറിച്ച് ഒരാൾ കുറ്റം പറയുമ്പോൾ അവരെ തടയുക. അതെന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഹദീസിൽ വന്നിട്ടുള്ളതാണ്. മൻ ദബ്ബ അൻ ഇർദി അഖീഹി ദബ്ബ അല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ. ആരെങ്കിലും സ്വന്തം സഹോദരന്റെ അഭിമാനത്തെ പ്രതിരോധിച്ചാൽ, ഒരു മുസ്ലിം സഹോദരനെ ഒരാൾ കുറ്റം പറയുന്നത്, അന്യായമായി കുറ്റം പറയുന്നത് കേട്ട് അത് തടഞ്ഞാൽ ദബ്ബ അല്ലാഹു അൻ വജ്ഹിഹി നാർ, അള്ളാഹു ഈ തടഞ്ഞവന്റെ മുഖത്ത് നിന്ന് നരകത്തെ തടയുന്നതാണ്. ഇത് സാധാരണ ഒരാളെ കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ ഭരണാധികാരിയുടെ കാര്യത്തിലോ തീർച്ചയായും അത് കൂടുതൽ പ്രസക്തമാണ്. അപ്പൊ അവരെ കുറിച്ച് കുറ്റം പറയുന്നത് തടയുക. ചില ആളുകൾക്കൊരു നേരം പോക്കാണ്, അവരിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വിഷയം ഇതായിരിക്കും. അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ തടയുക. അധികവും ഇവർ സംസാരിക്കുന്നത് അവർക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും, എവിടെ നിന്നെങ്കിലും കേട്ട കാര്യങ്ങളായിരിക്കും. വലിയ അത്ഭുതം എന്ന് പറയുന്നത്, സാധാരണക്കാരായ ഒരാളെ ദീപത്ത് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും, ദീനുള്ള ആളുകളായിരിക്കും ഭരണാധികാരികളെ കുറ്റം പറയുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരനെ കുറ്റം പറയുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഭരണാധികാരിയെ കുറ്റം പറയുക എന്നുള്ളത്. നാലാമത്തേത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നമ്മൾ പറഞ്ഞ ഈ വിഷയങ്ങൾ, അവർക്ക് ബൈഅത്തുണ്ട്, അവരനുസരിക്കണം, അവരുടെ നന്മകൾ പറയണം, അവരുടെ തിന്മകൾ മറച്ചു വെക്കണം, ഇതിന്റെ ഒന്നും അർത്ഥം എന്തല്ല? അവർ മാസൂമാണെന്നല്ല. ഭരണാധികാരികൾ തെറ്റ് ചെയ്യും, നമ്മൾ തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ. അവർ മനുഷ്യരാണ്, അവർ തെറ്റുകൾ ചെയ്യും. അങ്ങനെയുള്ള അവരുടെ ആ തെറ്റുകൾ അത് പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ നമുക്ക് യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? ഭരണാധികാരി ഒരു അക്രമം ചെയ്തു, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് എന്താണ് അതിന്റെ ഫലം? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഒരു ഫലം ഉണ്ടാകണ്ടേ? എന്നാൽ നമ്മൾ ദുആ ചെയ്താലോ ഫലം ഉണ്ടാകും. അവരുടെ അവസ്ഥ നന്നാക്കാൻ വേണ്ടി, അവർക്ക് നല്ല ബിത്താനത്ത്, നല്ല കൂട്ടുകെട്ട് കൊടുക്കാൻ വേണ്ടി. അല്ലെ, ഭരണാധികാരികളോട് ആർക്കാണോ അടുപ്പം അവർക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഭരണാധികാരികളോട് അടുപ്പമുള്ള ആളുകൾ നല്ലവരായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് വിശ്വാസം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സഹീഹ് ബുഖാരിയിലെ ഹദീസിൽ കാണാം, മസ്തഖലഫ അല്ലാഹു ഖലീഫത്തൻ, അള്ളാഹു ഏതൊരാൾക്ക് ഭരണം നൽകിയിട്ടുണ്ടോ ഇല്ലാ കാന ലഹു ബിത്താനത്താൻ, രണ്ട് തരത്തിലുള്ള കൂട്ടുകെട്ട് അവർക്കുണ്ടാകും. ബിത്താനത്തുൻ തഅമുറുഹും ബിൽ ഖൈരി വതഹസ്സുഹും അലൈഹി
വബിതാനത്തുൻ തഹുസ്സുഹും ബിശ്ശർരി വതഹുസ്സുഹും അലൈഹി. ഒന്ന് നന്മ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടുകെട്ടുണ്ടാകും, രണ്ടാമത്തേത് തിന്മ പറഞ്ഞു കൊടുക്കുകയും തിന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകെട്ടുണ്ടാകും. വൽ മഅസൂമു മൻ അസമഹുല്ലാഹ്, അള്ളാഹു രക്ഷപ്പെടുത്തിയവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കൂട്ടുകെട്ട് അവർക്കുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുക, ഇത് അവരുടെ ഹക്കാണ്. മുൻഗാമികളായ ചില പണ്ഡിതന്മാർ പലരും പറഞ്ഞതായി കാണാം, ലൗ കാന ലി ദുആഉൻ മുസ്തജാബുൻ ലസറഫ്തുഹു ഫി അൽ അമീർ, എനിക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് ഞാൻ അമീറിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്നിലധികം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ് മുൻഗാമികൾ. അല്ലെ അള്ളാഹ് പറയാം, നിനക്ക് ഒരു ചോദ്യം ചോദിക്കാം, ഒരു ദുആ ചെയ്യാം, അതിനുള്ള ഉത്തരം ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയുൽ അമറിനെ നന്നാക്കാൻ വേണ്ടി പറയും, ഭരണാധികാരിക്ക് വേണ്ടി ആ പ്രാർത്ഥന മാറ്റിവെക്കും. എന്തുകൊണ്ടാണ്? കാരണം ഭരണാധികാരി നന്നായാൽ അത് ദീനിന് മുഴുവൻ ഗുണമുള്ള കാര്യമാണ്. ഇത് ഭരണാധികാരികളുടെ ഹക്കിൽപ്പെട്ട കാര്യമാണ്. ഇതിനർത്ഥം എന്തല്ല, ഭരണാധികാരിയെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നില്ല, അവർ പറയുന്ന അല്ലെങ്കിൽ അവർ കൽപ്പിക്കുന്ന കാര്യം തിന്മയാണെങ്കിൽ അനുസരിക്കണമെന്ന് ആരും പറയുന്നില്ല. അത് ഈ ഹദീസിൽ തന്നെ ഒരു സൂചനയുണ്ട്. ആദ്യം ഉസീകും ബിത്തഖ്വല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് വസ്സമഇ വത്താഅ എന്ന് പറയുന്നത്. തഖ്വ കഴിഞ്ഞിട്ടാണ് വലിയുൽ അമറിനെ അനുസരിക്കാൻ പറയുന്നത്. അപ്പൊ തഖ്വക്ക് എതിരാണെങ്കിലോ വലിയുൽ അമർ പറയുന്ന കാര്യം, ഭരണാധികാരി കൽപ്പിക്കുന്ന കാര്യം അതനുസരിക്കേണ്ടതില്ല. എന്ന് മാത്രമല്ല, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞത് കാണാം, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസ്, ലാ തആഅത ഫീ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാളെയും അനുസരിക്കേണ്ടതില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഒരാളെയും അനുസരിക്കേണ്ടതില്ല. ഭരണാധികാരി പറഞ്ഞു, നിങ്ങളെല്ലാവരും കള്ളു കുടിക്കുക, കള്ളു കുടിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പോ മാസിയത്തിന്റെ കാര്യത്തിൽ അനുസരണയില്ല. ഇതിന്റെ അർത്ഥം ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഭരണാധികാരി മാസിയത്ത് പറഞ്ഞാൽ അനുസരണമില്ല, അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഭരണാധികാരികളൊക്കെ പല മാസിയത്തുകളും കൽപ്പിക്കുന്നവരാണ്, അതുകൊണ്ട് അവർക്ക് അനുസരണമില്ല. അങ്ങനെയല്ല, ആ പറഞ്ഞ കാര്യത്തിൽ അനുസരണമില്ല, ഈ മാസിയത്തില്ല. ആ മാസിയത്തിന്റെ കാര്യത്തിൽ അവർ അനുസരിക്കേണ്ടതില്ല, ബാക്കി അവർ പറയുന്ന കാര്യങ്ങൾ അപ്പോഴും അനുസരിക്കുക തന്നെ വേണം. അതുപോലെ അടുത്തതായി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആയത്ത്, ഒരു മുഅ്ജിസത്ത്. മുഅ്ജിസത്ത് എന്ന വാക്ക് മുൻഗാമികൾ ഉപയോഗിക്കാത്തതാണ്. ഖുർആനിലോ ഹദീസിലോ എവിടെയും മുഅ്ജിസത്ത് എന്നുള്ള വാക്കില്ല. അത് ബിദ്അത്തിന്റെ ആളുകൾ കൊണ്ടുവന്നതാണ്. പക്ഷെ പിന്നീട് എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ആയത്ത് എന്നാണ് മുൻഗാമികൾ ഉപയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആയത്ത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതെന്താണ്? ഇഫ്തിറാഖുൽ ഉമ്മ, ഉമ്മത്ത് ഭിന്നിക്കും, പിളർന്നു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ് ഈ ഹദീസിൽ. ഇന്നഹു മൻ യഅ്ശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾക്ക് ആർക്കാണോ ദീർഘായുസ് കിട്ടുന്നത് അവന് ധാരാളം ഭിന്നിപ്പ് കാണേണ്ടി വരും. അപ്പോ മുസ്ലിം ഉമ്മത്തില് പിളർപ്പുകളും ഭിന്നിപ്പുകളും കാണുമ്പോൾ അതിൽ വിഷമിക്കുന്നതോടൊപ്പം നമുക്ക് ഒരു ഗുണം കൂടിയുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് എത്ര സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഭിന്നിപ്പ് കാണാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സമയത്ത് മുസ്ലിം ഉമ്മത്തിൽ രണ്ട് കക്ഷികളില്ല. ഈ 1,00,000 ചില്ലാന സഹാബത്ത് ഒരേ മനസ്സോടുകൂടി ജീവിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾക്ക് ആർക്കാണോ ദീർഘായുസ് കിട്ടുന്നത് അവന് ധാരാളം ഭിന്നിപ്പുകൾ കാണേണ്ടി വരും. അതിനർത്ഥം ദീർഘായുസ് കിട്ടാത്തവൻ ഭിന്നിപ്പ് കാണേണ്ടി വരികയില്ല. അഥവാ സഹാബത്തിന്റെ കാലഘട്ടത്തിലും ഉടനെ പിളർപ്പുണ്ടാവുകയില്ല, കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് പിളർപ്പുണ്ടാവുക. സഹാബത്തിന്റെ അവസാന കാലത്താണ് ഭിന്നിപ്പുണ്ടാവുക. അത് അതുപോലെ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉടനെ ഭിന്നിപ്പുണ്ടായില്ല. അല്ലെ, വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, അതിപ്പോ ഏത് മഹാനും പറയാലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്റെ അധ്യാപനങ്ങൾ അത് ആളുകൾ പിന്തുടരാനുള്ള ആവേശം കുറയും, എന്റെ മേൽനോട്ടം പിന്നെ ഇല്ല, അപ്പൊ പിന്നെ ഭിന്നിപ്പുണ്ടാവും. അങ്ങനെ സംഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം 2 വർഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു അതുപോലെ ഖിലാഫത്തുൻ റാഷിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതുപോലെ പിന്തുടർന്നുകൊണ്ടുള്ള ഭരണം. അതിനുശേഷം 10 വർഷം ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചു, അതും ഖിലാഫത്തുൻ റാഷിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ മാർഗത്തിലുള്ള ഭരണം. അതിനുശേഷം 12 വർഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരിച്ചു. ഇങ്ങനെ 4 ഖലീഫമാർ കൂടി 30 വർഷം ഭരിച്ചു. അവിടെ ഒരു പിളർപ്പും ഭിന്നിപ്പും ഉണ്ടായിട്ടില്ല. അതിന്റെ അവസാന കാലത്താണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലത്താണ്, ഈ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഖവാരിജുകൾ ഉണ്ടാകുന്നത്. ആ ഖവാരിജുകൾക്കും മുസ്ലിം ഉമ്മത്തിനെ പിളർത്താൻ സാധിച്ചിട്ടില്ല. ഖവാരിജുകളുടെ കൂട്ടത്തിൽ ഒരു സഹാബി പോലും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിച്ച ഒരാൾ പോലും ഖവാരിജുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ ഒരു പിളർപ്പുണ്ടാകുന്നത് 4 ഖലീഫമാരുടെ കാലശേഷമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം അപ്പാടെ പുലർന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ ഹദീസിലെ മറ്റൊരു ഫായിദ. ഇനി മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങനെ ഒരു പിളർപ്പുണ്ടാകും എന്നുള്ള കാര്യം വേറെയും ഹദീസിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി ഹദീസ് ഇല്ലെങ്കിലും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഈ പിളർപ്പ് എന്നുള്ളത്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ, അതുപോലെ ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിച്ച ഹദീസ് കാണാം. മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
സതഫ്തരിഖു ഉമ്മതി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്തി 73 കക്ഷികളായി പിളരും. കുല്ലുഹാ ഫിന്നാർ ഇല്ല വാഹിദ, അവരെല്ലാവരും നരകത്തിലായിരിക്കും, ഒരു കക്ഷി ഒഴികെ. സഹാബത്ത് ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, അവരാരായിരിക്കും റസൂൽ, ആ രക്ഷപ്പെടുന്ന വിഭാഗം? നോക്കൂ, സഹാബത്തിന്റെ ഫിഖ്ഹ്, അവരുടെ ദീനിലുള്ള അവഗാഹം, എത്രമാത്രം ബുദ്ധിയുള്ളവരായിരുന്നു സഹാബത്ത് എന്നും ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. സഹാബത്ത് ചോദിച്ചത് എന്താണ്? എന്നായിരിക്കും ആ പിളർപ്പ് എന്നല്ല, ഏതൊക്കെയായിരിക്കും ആ ഗ്രൂപ്പുകൾ എന്നല്ല. മൻഹും യാ റസൂലല്ലാഹ്, ആ രക്ഷപ്പെടുന്ന ഗ്രൂപ്പ് ആരാണ് അതറിഞ്ഞാൽ മതി, അതാണ് അവിടെ ആവശ്യമുള്ള കാര്യം. അത് ചോദിച്ചു. റസൂൽ പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് എങ്ങനെയാണോ പോകുന്നത് ആ വഴിയിൽ പോകുന്നവരാണ് രക്ഷപ്പെട്ട വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസാണ് ഹദീസ് ഇഫ്തിറാഖുൽ ഉമ്മ, ഉമ്മത്തിന്റെ പിളർപ്പിനെ കുറിച്ച് പറയുന്ന ഹദീസ് എന്നറിയപ്പെടുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് സഹീഹാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബൈഹഖി, ഇമാം ലാലക്കായി, ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇവരൊക്കെ ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പിൽക്കാലക്കാരായ ചില ആളുകൾ ഈ ഹദീസ് ദഈഫാണ് എന്ന് വാദിക്കുന്നത് കാണാം. പക്ഷെ ആ വാദത്തിൽ യാതൊരു കഴമ്പുമില്ല. ഒന്നാമത് സഹീഹാക്കിയ ധാരാളം ഇമാമികളുണ്ട്, രണ്ടാമത് വേറെയും ഹദീസുകളിൽ ഈ ആശയം വന്നിട്ടുള്ളതാണ്. അതിനു പുറമെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് ഉമ്മത്തിന്റെ പിളർപ്പ് എന്നുള്ളത്. പക്ഷെ എന്തിനാണ് ഇവർ ഈ ഹദീസ് ദഈഫാണെന്ന് പറയുന്നത്? മുസ്ലിം ഉമ്മത്തിൽ ഇൻകാറുൽ മുൻകർ, തിന്മ വിലക്കുക എന്നുള്ള പരിപാടി ഉണ്ടാവരുത്. കാരണം മുസ്ലിം ഉമ്മത്തിൽ പിളർപ്പുണ്ട് എന്ന് പറയുകയും അതിൽ ഒരു വിഭാഗം മാത്രമാണ് ഹക്കിൽ എന്ന് പറയുകയും ചെയ്താൽ ആളുകൾ ഹക്ക് അന്വേഷിക്കാൻ തുടങ്ങും. അപ്പൊ ആളുകൾ ഹക്കല്ലാത്തതിനെ എതിർക്കാൻ തുടങ്ങും. ഇവർക്ക് മുസ്ലിം ഉമ്മത്തിൽ ഇൻകാറുൽ മുൻകർ, തിന്മ വിരോധിക്കുക എന്നുള്ള പരിപാടി ഉണ്ടാവരുത്. അങ്ങനെ മുസ്ലിങ്ങളെ മുഴുവൻ കൂട്ടിപ്പിടിച്ച് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മറ്റുള്ള കക്ഷിത്വത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ സാധിക്കണം. അതിന് ഉമ്മത്ത് എന്ത് ചെയ്യണം? ദീന് മാറ്റി നിർത്തണം. ദീൻ മാറ്റി നിർത്തണമെങ്കിൽ ഈ ഹദീസ് ദഈഫാക്കണം. അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കുക എന്താണ്? സഹാബത്ത് ചിന്തിച്ചതുപോലെ ആരാണ് ആ രക്ഷപ്പെടുന്ന വിഭാഗം എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അല്ല, ചില ആളുകൾ ഈ ഹദീസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മത്തിന്റെ ഭിന്നിപ്പ് എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുമ്പോൾ, അത് കാണുമ്പോൾ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് കാണാം. ചില ആളുകൾ പറയും, എല്ലാവരും മുസ്ലിങ്ങളല്ലേ, അതുകൊണ്ട് പരസ്പര വിദ്വേഷത്തിന്റെ ആവശ്യമില്ല, പരസ്പരം ഭിന്നിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും മുസ്ലിങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് എല്ലാ കക്ഷികളെയും ശരിവെക്കുന്ന ആളുകൾ കാണാം. മുസ്ലിമാണോ അവനൊക്കെ ശരിയാണ് എന്ന് പറയുന്ന ആളുകൾ കാണാം. വേറെ ചില ആളുകൾ ഈ പിളർപ്പും ഭിന്നിപ്പും ഒക്കെ കണ്ടിട്ട് ഈ ദീൻ ശരിയല്ല, ശരിയാണെങ്കിൽ, ശരിയായ ദീനാണെങ്കിൽ ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഉണ്ടാവുകയില്ലല്ലോ, പ്രശ്നം ഉണ്ടാവുകയില്ലല്ലോ എന്ന് പറഞ്ഞ് ദീൻ മൊത്തം ഒഴിവാക്കി പോകുന്ന ആളുകളെയും കാണാൻ സാധിക്കും. ഇത് രണ്ടും ശരിയല്ല. നേരെ മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അള്ളാഹു താല ഒരു പരീക്ഷണം ഇറക്കിയാൽ അതിൽ രക്ഷപ്പെടാനുള്ള മാർഗവും അള്ളാഹു താല തന്നെ പറഞ്ഞു തരും. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ വഅൻസല ലഹു ദവാഅൻ. രോഗങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. പക്ഷെ രോഗം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചികിത്സിക്കും. അവസാന ശ്വാസം വരെ, മരിക്കാൻ കിടക്കുന്ന മരണക്കിടക്കയിലും നമ്മൾ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ മുസ്ലിം ഉമ്മത്ത് പിളരും എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഖളാ ആണ്. അതിനെ നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല, അത് സംഭവിക്കും. അത് സംഭവിച്ചാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് ചെയ്യാറുള്ളത്, അല്ലെ? ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ തീരുമാനിച്ചാൽ ഒരു കടയിൽ പോയി, സൂപ്പർ മാർക്കറ്റിൽ പോയി, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം പല കമ്പനികൾ ഇറക്കുന്നുണ്ട്, പല വിലയുടേതുണ്ട്, വില കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, ക്വാളിറ്റി കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് കമ്പനിക്കാർ ഞങ്ങളുടേതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനം ഇറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറയോ? ഇല്ല. അതുപോലെ നേരെ തിരിച്ച്, ഇത്രയും വലിയ കമ്പനിക്കാർ അതിന്റെ പരസ്യത്തിൽ ഇത്ര വലിയ വലിയ ആൾക്കാരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്, അപ്പൊ എന്തായാലും എല്ലാം നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ടോ? ഇല്ല. നേരെ മറിച്ച് നമ്മൾ ഉറപ്പിക്കും, ഇതിൽ നല്ലതുണ്ടാകും, ചീത്തയുണ്ടാകും, അതിൽ നല്ലത് ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് വാങ്ങുക. അതായിരിക്കും നമ്മൾ ചെയ്യുക. ദുനിയാവിന്റെ കാര്യത്തിൽ ചെറിയ വില കുറഞ്ഞ ഒരു മുട്ടുസൂചി വാങ്ങുമ്പോൾ പോലും നമ്മൾ ഇത്ര സൂക്ഷ്മത കാണിക്കും. അപ്പൊ നമ്മുടെ ദീൻ, നാളെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യം, അതിൽ ശരിയും തെറ്റും മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കാതിരിക്കുക എന്നുള്ളത് വലിയ അബദ്ധമാണ്. ആ പരിശ്രമമായിരിക്കണം ഇങ്ങനെയുള്ള ഭിന്നിപ്പും പിളർപ്പുകളും പ്രശ്നങ്ങളും കാണുമ്പോൾ ഒരു മുസ്ലിം ചെയ്യേണ്ടത്, അല്ലെ? എത്രത്തോളം ഭിന്നിപ്പുണ്ടാകുന്നോ അത്രത്തോളം ഞാൻ ദീൻ പഠിക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ശരിയായ നിലപാട്. ഇനി ഈ പറഞ്ഞ ഈ കക്ഷികൾ 73 കക്ഷികളാകും എന്ന് പറഞ്ഞു. അവര് മുസ്ലിമീങ്ങളാണോ അതോ കാഫിര്യങ്ങളാണോ, ഇസ്ലാമിന്റെ പുറത്താണോ? ഈ 73 കക്ഷികളും മുസ്ലിങ്ങളാണോ അതോ അതിൽ ഒരു വിഭാഗം ഏതായാലും മുസ്ലിങ്ങളാണ്, സ്വർഗത്തിലേക്കുള്ളതാണ്. ബാക്കിയുള്ള 72 കക്ഷികൾ മുസ്ലിമീങ്ങളാണോ? ആണ് എന്നുള്ളതാണ് ശരി. കാരണം എന്താണ്?
അല്ല, ഈ ഹദീസിൽ തന്നെ നോക്കിയാൽ ശരിക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇഫ്തറഖത്തിൽ യഹൂദു അല 71 ഫിർഖ, യഹൂദികൾ 71 കക്ഷികളായി. ഇഫ്തറഖത്തിൽ നസാറ അല 72 ഫിർഖ, നസ്രാണികൾ 72 കക്ഷികളായി. അപ്പൊ ഈ 71 കക്ഷികളും എന്താണ്? യഹൂദികളാണ്. 72 നസാറാക്കളാണ്. 73 മുസ്ലിമീങ്ങളാണ്. അതുപോലെ തന്നെ ഒരു വിഭാഗത്തെക്കുറിച്ച് അവർ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം അല്ല എന്ന അർത്ഥമില്ല. എന്തെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഇത് ചെയ്തവൻ നരകത്തിലാണ്, അല്ലെങ്കിൽ ഒരു കക്ഷിയെക്കുറിച്ച് അവൻ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും എന്ന അർത്ഥമില്ല. ഖുർആൻ നിരവധി പാപങ്ങളെക്കുറിച്ച്, കൊലപാതകത്തെക്കുറിച്ച്, അതുപോലെ യതീമിന്റെ സ്വത്ത് കവരുന്നതിനെ കുറിച്ച് ഒക്കെ നരകമുണ്ട് ഇവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറ, യതീമിന്റെ സ്വത്ത് തിന്നുന്നത് അത് നരകത്തീയാണ് അവർ തിന്നുന്നത്. ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറ വസയസ്ലൗന സഈറ, അവർ നരകത്തിൽ കിടന്ന് കരിയുന്നതാണ്. പക്ഷെ മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ചിട്ടുണ്ട് യതീമിന്റെ സ്വത്ത് അപഹരിക്കുന്നവൻ കാഫിറല്ല എന്നുള്ളത്. ഈ 73 വിഭാഗങ്ങളും മുസ്ലിമീങ്ങൾ തന്നെയാണ്. പക്ഷേ അവർ നരകത്തിൽ പോകാൻ സാധ്യതയുള്ളവരാണ്. നരകത്തെ കൊണ്ട് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടുള്ളവരാണ്. നരകത്തിൽ പോകാൻ സാധ്യതയുള്ളവരാണ്. അടുത്ത ഒരു ഫായിദ, ആറാമത്തെ ഒരു ഫായിദ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുന്നത്ത് പിന്തുടരൽ നിർബന്ധമാണ് എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിളർപ്പുണ്ടാകുമ്പോൾ, ഭിന്നിപ്പുണ്ടാകുമ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? അലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക എന്നാണ് പഠിപ്പിച്ചത്. എന്ത് കാര്യത്തിലാണ് സുന്നത്ത് പിന്തുടരേണ്ടത്? വിശ്വാസ കാര്യത്തിലും, ഇബാദത്തുകളുടെ കാര്യത്തിലും, അഖ്ലാഖിന്റെ കാര്യത്തിലും, എല്ലാ കാര്യത്തിലും നമ്മൾ വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചതായിരിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളായിരിക്കണം. ദീനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ള ഇബാദത്തുകളായിരിക്കണം. അങ്ങനെ സുന്നത്ത് നമ്മൾ പിന്തുടരാൻ ശ്രമിച്ചാൽ ധാരാളം പ്രയോജനങ്ങൾ, ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും. അല്ലെ, പണ്ഡിതന്മാര് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് സുന്നത്ത് ഇത്തിബാ ചെയ്യുന്നതിന്റെ സമറത്തുകൾ, ഫലങ്ങൾ. ഒന്നാമത്തേത്, നമുക്കൊരു ഇമാമുണ്ട്. സുന്നത്ത് പിന്തുടരുന്ന ഒരാൾക്ക് ഒരു ഇമാമുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, സുന്നത്ത് ജീവിതത്തിൽ എടുക്കാത്ത ഒരാൾ, സുന്നത്തിനെ കുറിച്ച് ചിന്തയില്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ, അയാൾ ആരെയാണ് മാതൃകയാക്കുക ജീവിതത്തിൽ? അയാൾക്കൊരു മാതൃകയില്ല, ജീവിതത്തിലൊരു ലക്ഷ്യമില്ല. എന്താണ് തന്റെ ജീവിത മാർഗം, എന്താണ് തന്റെ മാതൃക, ആരാണ് തന്റെ മാതൃക എന്നതിന് ഉത്തരമില്ല. സുന്നത്ത് ഇത്തിബാ ചെയ്യുന്ന ഒരാൾക്ക് ഒന്നാമത് കിട്ടുന്ന ഗുണം, ഏറ്റവും വലിയ ഖുദ്വത്ത്, ഏറ്റവും വലിയ മാതൃക അദ്ദേഹത്തിന് കിട്ടുന്നു, ആ വ്യക്തിക്ക് കിട്ടുന്നു. രണ്ടാമത്തേത്, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഹുജ്ജത്ത് ഉണ്ടാകും, ഒരു ന്യായം പറയാനുണ്ടാകും. അള്ളാഹു തആല നമ്മളോട് നീ എന്തുകൊണ്ട് ഇങ്ങനെ നമസ്കരിച്ചു, നീ എന്തുകൊണ്ട് ഇന്ന കാര്യം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു നിന്റെ റസൂലാണ് പഠിപ്പിച്ചത് എന്ന് പറയാൻ നമുക്ക് ന്യായം ഉണ്ടാകും. കാരണം മഹ്ശറിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. വയൗമ യുനാദീഹിം, അള്ളാഹു മനുഷ്യരെ വിളിച്ചു പറയുന്ന ദിവസം, ഫയഖൂലു, എന്താണ് അള്ളാഹു വിളിച്ചു പറയുക? മാദാ അജബ്തുമുൽ മുർസലീൻ, നിങ്ങളിലേക്ക് പറഞ്ഞയച്ച മുർസലീങ്ങളെ, റസൂലുമാരെ, അവർ നിങ്ങളെ പഠിപ്പിച്ചതിന് നിങ്ങൾ എന്താണ് ജവാബ് കൊടുത്തത്, എന്താണ് മറുപടി കൊടുത്തത്, എങ്ങനെയാണ് നിങ്ങൾ അവരോട് പ്രതികരിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടാകും. അതിന് ഉത്തരം പറയാൻ സുന്നത്ത് പിന്തുടരുന്ന ആൾക്കേ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഗുണം, സുന്നത്ത് ഇത്തിബാ ചെയ്യുന്ന ഒരാൾ എപ്പോഴും ഉറച്ചു നിൽക്കും. അവൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവൻ ഉറച്ചു നിൽക്കും. അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം ഞാൻ ഈ ഇബാദത്ത് ചെയ്യുന്നത്, ഈ മാർഗത്തിൽ പ്രവേശിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കണ്ടിട്ടാണ്, അവിടുന്ന് പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ സാധിക്കുകയില്ല. മറ്റൊരു ഗുണം, സുന്നത്ത് പിന്തുടരുന്ന ഒരാൾക്ക് മറ്റൊരാളെ പഠിപ്പിക്കാൻ സാധിക്കും. അല്ലേ, നമ്മളൊരു ഇബാദത്ത് ചെയ്യുന്നു, അതേ കാര്യം തെറ്റായി ചെയ്യുന്നത് കണ്ടു വേറെ ഒരാൾ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദഅവത്ത് ചെയ്യാൻ സാധിക്കും, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ സാധിക്കും. അതല്ലാതെ തഖ്ലീദായിക്കൊണ്ട് പൂർവികന്മാർ ചെയ്യുന്നത് കണ്ടു, നമ്മുടെ മാതാപിതാക്കൾ നമസ്കരിച്ചതുപോലെ നമ്മൾ നമസ്കരിക്കുന്നു, ഇത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിച്ച് അമൽ ചെയ്യുന്ന ഒരാൾക്ക് തെറ്റ് ചെയ്യുന്ന ഒരാളെ തിരുത്താൻ സാധിക്കും, ആ പ്രതിഫലം നേടാൻ സാധിക്കും. ഒരാളോട് പോയിട്ട് നീ നിസ്കരിക്കുന്നത് തെറ്റാണ്, എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് തിരുത്താൻ പറ്റുമോ? സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അഞ്ചാമത്തെ ഒരു ഫായിദ, സുന്നത്ത് പിന്തുടരുന്ന ഒരാൾ മധ്യമ മാർഗത്തിലായിരിക്കും. ഗുലുവും തഫ്രീത്തും ഉണ്ടാവുകയില്ല. ഗുലുവ് എന്ന് പറഞ്ഞാൽ പരിധി വിടുന്ന സ്വഭാവം, ദീനിൽ അതിരുകവിച്ചിൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ തഫ്രീത്ത്, അലംഭാവം ഉണ്ടാവുകയില്ല. രണ്ടിന്റെയും നടുവിലായി മധ്യമ മാർഗത്തിലായിരിക്കും സുന്നത്ത് പിന്തുടരുന്ന ഒരാൾ ഉണ്ടാവുക. എന്താണ് ഇതിന്റെ കാരണം? നമുക്കറിയാം, അല്ലാഹു തആല പഠിപ്പിച്ച ശരിയായ മാർഗത്തിൽ നിന്ന് പഴച്ചു പോകാൻ രണ്ട് മാർഗമുണ്ട്. ഒന്നുകിൽ ഗുലുവിലേക്ക് പോകാം, അല്ലെങ്കിൽ ജഫായിലേക്ക്, തഫ്രീത്തിലേക്ക്, ദീൻ
കൈവിടുന്ന അവസ്ഥയിലേക്ക് പോകാം. ഈ രണ്ട് രൂപത്തിലും ആളുകൾ വഴിതെറ്റാറുണ്ട്. അല്ലെ, യഹൂദികൾ, അഹ്ലുൽ കിതാബ്, അവര് വഴിതെറ്റിയത് എങ്ങനെയാണ്? ഹുലുവാണ്. ഈസാ അലൈഹിസ്സലാം നബിയായി കൊണ്ടുവന്നു. ഈസാ അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ നസാറാക്കൾ ഹുലുവിലേക്ക് പോയി. അവർ ഈസാ നബിയെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. യഹൂദികളോ അദ്ദേഹത്തിന് റസൂലിന്റെ സ്ഥാനം കൊടുത്തതുമില്ല. അപ്പൊ ഈ രണ്ട് നിലക്കും ഒരാൾക്ക് വഴിവഴക്കാം. രണ്ടുപേരും പോയി എത്തിയത് എവിടെയാണ്? കുഫറിലാണ്. ഈസാ നബി അലൈഹി സ്വലാമിനെ നിഷേധിച്ച യഹൂദികളും കാഫിറാണ്, ഈസാ അലൈഹി സ്വലാമിനെ ആരാധിച്ച നസാറാക്കളും കാഫിറാണ്. അതുകൊണ്ട് ചില താബിഈങ്ങൾ പറഞ്ഞത് കാണാം, മാ അമറ അല്ലാഹു ബി അംരിൻ, അള്ളാഹു എന്തൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ, ഇല്ലാ കാന ലിശ്ശൈത്താനി ഫീഹി നസ്അതാൻ, ശൈത്താൻ രണ്ട് രൂപത്തിൽ ആ വിഷയത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കും. വലാ യുബാലി ബി അയ്യിഹിമാ ളഫർ, അതിലേതിലാണ് വിജയിക്കുന്നത് എന്നത് ശൈത്താൻ ഒരു പ്രശ്നമല്ല. രണ്ട് പദ്ധതിയുമായി ശൈത്താൻ വരും അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയുടെ മുന്നിലേക്കും. എന്തൊക്കെയാണത്? ഇമ്മ ഇല ഗുലുവിൻ ഔ ജഫ, ഒന്നുകിൽ ഗുലുവ് അല്ലെങ്കിൽ ജഫ. എങ്ങനെയാണ്? അള്ളാഹു തആല ഉളു എടുക്കാൻ പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി ഉളു എടുക്കാൻ പറഞ്ഞു. അപ്പൊ ശൈത്താൻ എന്ത് ചെയ്യും? ഉളുവിൽ വീഴ്ച വരുത്താൻ വേണ്ടി പറയും, വസ്വാസം ഉണ്ടാക്കും. ഉളു എടുക്കാതെ നമസ്കരിക്കാൻ, അല്ലെങ്കിൽ ഉളു എടുക്കുമ്പോൾ തിരക്ക് കൂട്ടിയിട്ട് മുഴുവൻ കഴുകാതെ നമസ്കരിക്കാനൊക്കെ ശൈത്താൻ തോന്നിപ്പിക്കും. അങ്ങനെ ഒരാൾ ഉളുവില്ലാതെ നമസ്കരിച്ചാൽ ശൈത്താൻ സന്തോഷമായി. ഇനിയോ വസ്വാസ് ഉണ്ടാക്കി നമസ്കാരം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഉളു എടുത്ത് എടുത്തത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ജമാഅത്തും ചിലപ്പോൾ വഖ്ത് തന്നെ കഴിഞ്ഞു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അവിടെയും ശൈത്താൻ സന്തോഷമാണ്. അയാളുടെ നമസ്കാരം നഷ്ടപ്പെട്ടു, രണ്ടാളുടെ നമസ്കാരം നഷ്ടപ്പെട്ടു. അപ്പൊ ശൈത്താൻ ഇത് രണ്ടായാലും വിരോധമില്ല, ആളെ ദീനിൽ നിന്ന് തെറ്റിച്ചാൽ മതി. അപ്പൊ ഈ രണ്ട് രൂപത്തിലേക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ പഴച്ചു പോകും മനുഷ്യർ. എങ്ങനെയാണ് പഴക്കുക? മനുഷ്യരുടെ ഉള്ളിൽ, ചില ആളുകളുടെ ഉള്ളിൽ ആവേശമുണ്ടാകും, അവർ ഗുലുവിലേക്ക് പോകും. ചില ആളുകളുടെ ഉള്ളിൽ അലസതയാണ് ഉണ്ടാവുക, അവന്റെ പ്രകൃതം അലസതയായിരിക്കും. അങ്ങനെയുള്ളവൻ ഈ തഫ്രീത്തിലേക്ക്, അലംഭാവത്തിലേക്ക് പോകും. അപ്പൊ നമ്മുടെ പ്രകൃതത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വഴിയിൽ പോയി പഴച്ചുകൊണ്ടേയിരിക്കും. ചിലർക്ക് ചില വിഷയത്തിൽ ആവേശമുണ്ടാകും, ചില വിഷയത്തിൽ മടിയുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആവേശമുള്ള വിഷയത്തിൽ നമ്മൾ ഗുലുവിലേക്ക് പോകും, മടിയുള്ള കാര്യത്തിൽ നമ്മൾ തസാഹുലിലേക്ക് പോകും. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയും പാഴാക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രകൃതമാണ് നമ്മുടെ നേതാവ്, അതാണ് നമ്മുടെ പ്രേരണയെങ്കിൽ. നേരെ മറിച്ച് സുന്നത്ത് പിന്തുടരുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? സുന്നത്ത് പിന്തുടരുന്ന ഒരാൾ ഈ മധ്യമമായ മാർഗത്തിലായിരിക്കും. അയാൾക്ക് സ്വന്തം നഫ്സിന്റെ ഈ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനുള്ള മാർഗം ഇത്തിബാഉ സുന്ന മാത്രമാണ്. ആറാമത്തെ ഗുണം, സുന്നത്ത് പിന്തുടരുന്നവർ ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. കാരണം സുന്നത്തും ബിദ്അത്തും പരസ്പരം എതിരാണ്. സുന്നത്തില്ലാത്ത സ്ഥലത്ത് ബിദ്അത്ത് ഉണ്ടാകും. അപ്പോ സുന്നത്ത് ഇത്തിബാ ചെയ്യുന്ന ഒരാൾക്ക് ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ നോക്കൂ. ഇപ്പം തിങ്കളാഴ്ച നോമ്പ്, സുന്നത്ത് പിന്തുടരുന്ന ഒരാൾ, അതിന്റെ പൂർണ്ണതയിലെത്തിയ ഒരാൾ എല്ലാ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം തിങ്കളാഴ്ച ഈ ജന്മദിനമായി വരുന്ന വർഷങ്ങളുണ്ടാവും. അപ്പോൾ ഈ നോമ്പ് നോൽക്കുന്ന ഒരാളോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ നോമ്പ് നോൽക്കാത്ത ഒരാളോട് നിങ്ങൾ തിങ്കളാഴ്ച ജന്മദിനം വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ചിലപ്പോൾ മറുപടി എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ശരിക്കും തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്ന ഒരാളാണ് ഈ എതിർഭാഗത്തുള്ളതെങ്കിൽ അവൻ തർക്കുത്തരം പറയാൻ തോന്നില്ല. അവൻ തന്നെ ചിന്തിക്കും, എന്റെ നോമ്പ് നഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അവൻ തന്നെ ചിന്തിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും സുന്നത്ത് പിന്തുടരുന്ന ഒരാൾക്ക്. അടുത്ത ഒരു മസ്അല ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ളത്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് പിന്തുടരാൻ ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അപ്പൊ 4 ഖലീഫമാരെ പിന്തുടരുക എന്നുള്ളത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ പറഞ്ഞിട്ട് തൊട്ടടുത്തതാണ് പറഞ്ഞത് വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ. അപ്പൊ സഹാബത്തിനെ പിന്തുടരുക എന്ന് പറയാം നമുക്ക് പൊതുവിൽ. കാരണം വേറെ ഹദീസുകൾ സഹാബത്തിനെ പിന്തുടരാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബത്തിനെ പിന്തുടരൽ നിർബന്ധമാണ്. എന്താണ് സഹാബത്തിനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പറഞ്ഞ ഖുർആനിലെ ആയത്തുകൾ നമുക്ക് തെളിവാണ് ദീനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചതായ ഹദീസുകൾ അത് നമുക്ക് അനുസരിക്കുക നിർബന്ധമാണ്. ഒരു കാര്യം ഹദീസിൽ വന്നാൽ അത് തെളിവാണ് ഇസ്ലാമിൽ. സഹാബി ഒരു വാക്ക് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ തെളിവാണോ? തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ സഹാബത്തിന്റെ വാക്കുകളും തെളിവാണ്. പക്ഷെ എല്ലാ സഹാബത്തിന്റെയും എല്ലാ വാക്കുകളും തെളിവാണോ? സഹാബത്തിനെ 3ആയി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സായിക്കൊണ്ട് ഇന്ന സഹാബത്തിനെ നിങ്ങൾ അനുസരിക്കണം എന്ന് പഠിപ്പിച്ച സഹാബത്തുണ്ട്. അവരുടെ വാക്കുകൾ ഇസ്ലാമിൽ ഹുജ്ജത്താണ്, ദലീലാണ്. ആരാണ് അവര്? 4 ഖലീഫമാർ. ഈ ഹദീസ് അതിനുള്ള തെളിവാണ്. അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ. അപ്പോ ഖുലഫാഉർ റാഷിദീങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചാൽ
ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നമുക്ക് തെളിവാണ്. രണ്ടാമത്തെ വിഭാഗം, അവർ ഖലീഫമാരല്ല, പക്ഷേ ഫിഖ്ഹ് കൊണ്ട്, പാണ്ഡിത്യം കൊണ്ട് അറിയപ്പെട്ടവരാണ്. ഈ 4 ഖലീഫമാരല്ല, പക്ഷേ ഫിഖ്ഹ് കൊണ്ട് അറിയപ്പെട്ടവരാണ്. ഏതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, ഇങ്ങനെയുള്ള ദീനിൽ പാണ്ഡിത്യം കൊണ്ട് അറിയപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ ഫത്വ കൊടുത്തിരുന്ന പണ്ഡിതന്മാരായ സഹാബത്ത്, അവരെയും അവരുടെ വാക്കുകളും തെളിവാണ്. ഈ മൂന്നാമത്തെ വിഭാഗം, ഇത് രണ്ടുമല്ലാത്ത സഹാബത്ത്, അവരുടെ പേര് പോലും ചിലപ്പോൾ അറിയപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരു അറാബി നബി അടുക്കൽ വന്ന് 2 കാര്യങ്ങൾ ചോദിച്ച് തിരിച്ചുപോയി, അതും സഹാബിയാണ്. നമ്മളെക്കാളും എത്രയോ അഫ്ളലാണ് അവർ. സഹാബത്തിന് ശേഷം വന്ന ഒരാളും അവരുടെ സ്ഥാനത്തേക്ക് എത്തുകയില്ല, പക്ഷേ അവരുടെ വാക്കുകൾ തെളിവല്ല. ഇങ്ങനെ പണ്ഡിതന്മാർ സഹാബത്തിന് 3ആയി വേർതിരിച്ചിട്ടുണ്ട്. ഇനി സഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യാതൊരു നിബന്ധനകളുമില്ലാതെ അനുസരിക്കണമെന്നാണോ? അല്ല, 2 നിബന്ധനകളുണ്ട്. ഒന്ന്, ഖുർആനിനോ സുന്നത്തിനോ എതിരാവാൻ പാടില്ല. ഒരു സഹാബി പറഞ്ഞൊരു വാക്ക് ഖുർആനിനോ സുന്നത്തിനോ എതിരാണെങ്കിലോ അവിടെ സഹാബത്തിന്റെ വാക്ക് തെളിവല്ല. അത്തരം സന്ദർഭത്തെക്കുറിച്ചാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യൂഷികു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ് സമാ, നിങ്ങളുടെ മുകളിലേക്ക് ആകാശത്ത് നിന്ന് അള്ളാഹു കല്ല് എറിഞ്ഞ് ശിക്ഷിക്കുമാറായിരിക്കുന്നു, ശിക്ഷിച്ചേക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. അഖൂലു ലക്കും ഖാല റസൂലുള്ളാഹ്, കാരണം ഞാൻ നിങ്ങളോട് ഹദീസുകൾ പറഞ്ഞു തരുന്നു, ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് വതഖൂലൂന ഖാല അബൂബക്കർ ഉമർ, അപ്പൊ നിങ്ങൾ തിരിച്ച് പക്ഷെ അബൂബക്കർ ഇങ്ങനെയാണല്ലോ ഉമർ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് തിരിച്ചു പറയുകയാണോ? അങ്ങനെയാണെങ്കിൽ ആകാശത്ത് നിന്ന് കല്ല് നിങ്ങളുടെ തലയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതെപ്പോഴാണ്? ഹദീസിനെതിരായി സഹാബത്തിന്റെ വാക്ക് ഒരാൾ സ്വീകരിച്ചാൽ, അത് ഖലീഫയാണെങ്കിൽ പോലും. അതിനർത്ഥം ഈ ഖുലഫാഉർ റാഷിദീങ്ങളും മറ്റു സഹാബത്തൊക്കെ ഖുർആനും സുന്നത്തിനും എതിരായിട്ട് പറയുന്നതാണ്? അല്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മസലയിൽ ആയത്തും ഹദീസും അവർക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ മറന്നുപോയത് കൊണ്ടായിരിക്കാം. അവർ മനുഷ്യരാണ്, മാസൂമികളല്ല. അങ്ങനെ വല്ലതും അവരുടെ വാക്കുകളിൽ വന്നാൽ, നേർക്കുനേരെ ഖുർആനും സുന്നത്തിനും എതിരായി വന്നാൽ അത് സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത്, മറ്റൊരു സഹാബിയുടെ വാക്കിനെതിരാവാൻ പാടില്ല. ഒരു സഹാബി ഒരു കാര്യം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കാര്യം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെതിരെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ രണ്ടുപേരുടെയും വാക്ക് തെളിവല്ല. അതോടുകൂടി രണ്ടുപേരുടെയും വാക്കുകൾക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കണം, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങും. അപ്പൊ സഹാബത്ത് 3 വിഭാഗമുണ്ട്. അതിൽ 2 വിഭാഗത്തിന്റെ വാക്കുകൾ ഹുജ്ജത്താണ്, പക്ഷേ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, നസ്സിന് അഥവാ ഖുർആനിലെ ആയത്തിനും നബിയുടെ ഹദീസിനും നേർക്കുനേരെ എതിരാവാൻ പാടില്ല. അതുപോലെ മറ്റൊരു സഹാബിയുടെ വാക്കിന് എതിരാവാൻ പാടില്ല. നേർക്കുനേരെ എന്ന് പറയാൻ കാരണം എന്താണ്? ചിലപ്പോൾ നമുക്ക് എതിരായിട്ട് തോന്നും, പക്ഷേ എതിരാവുകയില്ല. ഉദാഹരണത്തിന് താടി വെട്ടുന്നത്, സഹാബത്തിൽ പലരും താടി വെട്ടുമായിരുന്നു. താടി നീട്ടാൻ നബി കൽപ്പിച്ചിട്ടുണ്ട്. താടി നീട്ടാനുള്ള ഈ കൽപ്പനയും സഹാബത്തിൽ താടി വെട്ടിയതും എതിരാണോ? എതിരല്ല. കാരണം നീട്ടിയിട്ടാണ് വെട്ടുന്നത്. ഒരു പിടി കഴിഞ്ഞിട്ട് താടി വെട്ടുന്നവൻ താടി നീട്ടിയവനാണ്. നബിയുടെ ഹദീസിന് നേർക്കുനേരെ എതിരല്ല ഈ സഹാബിയുടെ പ്രവർത്തനം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഉദാഹരണം വെച്ച് നോക്കാം. വെട്ടിയവരാരൊക്കെയാണ്? ഫുഖഹാക്കളാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ വേറെയും സഹാബത്തുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഒക്കെ പണ്ഡിതന്മാരായിട്ടുള്ള സഹാബത്താണ്. അവരുടെ വാക്ക് തെളിവാണോ? തെളിവാണ്. ഇത് ഖുർആനും സുന്നത്തിനും എതിരാണോ? എതിരല്ല. കാരണം താടി നീട്ടുന്നവർ തന്നെയാണ്. ഒരു പിടി പിടിച്ച് വെട്ടുന്ന ആള് താടി നീട്ടിയിട്ടുണ്ട്. അപ്പൊ ഖുർആനോ സുന്നത്തിനോ എതിരല്ല. വേറെ സഹാബത്തിന് എതിരാണോ? വേറെ ഏതെങ്കിലും സഹാബി താടി തീരെ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്ക് അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രവൃത്തി നമുക്ക് തെളിവാണ്. അടുത്തൊരു മസാല, ബിദ്അത്തുകളെ കുറിച്ച് ഈ ഹദീസ് താക്കീത് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ സുന്നത്ത് പിന്തുടർന്നാൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ വലിയ അപകടങ്ങളുള്ള കാര്യമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ബിദ്അത്ത് എന്ന് പറയുന്ന ജിൻസ്, ആ വർഗം, ഓരോ ബിദ്അത്തിനെ കുറിച്ചല്ല പറയുന്നത്. ബിദ്അത്തുകളിൽ കൂടിയതും കുറഞ്ഞതുമുണ്ട്. പക്ഷെ ബിദ്അത്ത് എന്ന് പറയുന്ന വർഗത്തെ മൊത്തത്തിലെടുത്താൽ അത് അൽ മആസി അഷ്ഹവാനിയ, നമ്മുടെ ദേഹേച്ഛയുടെ കാരണം കൊണ്ട് ചെയ്യുന്ന മാസിയത്തുകളെക്കാൾ വലുതാണ്, ഗൗരവമാണ്. ഓരോ ബിദ്അത്തും ഓരോ മാസിയത്തും എടുത്തിട്ട് പറയാൻ പാടില്ല. അപ്പൊ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന, ഇപ്പുറത്ത് കൊലപാതകം, ഇപ്പോ കൂട്ടപ്രാർത്ഥന കൊലപാതകത്തെക്കാൾ വലുതാണ് എന്ന് പറയുന്നില്ല. പക്ഷെ ബിദ്അത്ത് എന്ന് പറയുന്ന ഈ ജിൻസ്, ഈ വർഗം മൊത്തത്തിൽ മാസിയത്തുകളെക്കാൾ വലുതാണ്. ഇതാരാണ് പറഞ്ഞത്? ഇജ്മാ ഉള്ള കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുകയാണ്, പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്, ഷഹ്വാനിയായിട്ടുള്ള നമ്മുടെ ഷഹ്വത്ത് കൊണ്ട് ചെയ്യുന്ന തെറ്റുകളെക്കാൾ വലുതാണ് ബിദ്അത്ത്. എന്തുകൊണ്ടാണ്? കാരണം വളരെ യുക്തിക്ക് യോജിക്കുന്നതാണ്, വളരെ വ്യക്തമായ കാരണമാണ്. എന്താണ്?
ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ ഫലത്തിൽ ചെയ്യുന്നത് എന്താണ്? ഖുർആനിലെ ഒരു ആയത്തിനെ നിഷേധിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാനിതാ ദീൻ പൂർത്തീകരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ അന്ന് ദീനിലില്ലാത്തൊരു കാര്യം ചെയ്യുന്ന ഒരാൾ, നല്ലത് എന്ന് പറഞ്ഞൊരു ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ, അയാൾ പറയുന്ന വാദത്തിന്റെ അല്ലെങ്കിൽ അയാൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ അതിന്റെ ഫലം എന്താണ്? നാവ് കൊണ്ട് അയാൾ നേർക്കുനേരെ പറയുന്നില്ലെങ്കിലും അതിന്റെ ഒരു അർത്ഥം എന്താണ്? ദീൻ പൂർണ്ണമല്ല, ദീനിൽ കുറച്ചുകൂടി കൂട്ടാൻ ബാക്കിയുണ്ട്, അത് ഞാനിതാ പൂർത്തീകരിച്ചിരിക്കുന്നു. അള്ളാഹു ഇറക്കിയ ദീൻ പോരാഞ്ഞിട്ട് ഞാൻ എന്റെ വക ഇതാ പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ബിദ്അത്ത് ചെയ്യുന്ന ഒരാളുടെ പ്രവൃത്തി. അതുകൊണ്ടാണ് ഇത്രയും ഗൗരവം ഉണ്ടായത്. അതുപോലെ ധാരാളം ഫസാദുകൾ ബിദ്അത്തുകൾ കൊണ്ടുണ്ട്. ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിന് പുറമെ തശ്രീഅ് ചെയ്യുന്നവനാണ്. അല്ലെ, ഞാൻ ഇതാ ദീൻ ഉണ്ടാക്കുന്നു. ദീൻ ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. നിസ്കാരം നോമ്പൊക്കെ ആരാ തീരുമാനിച്ചത്? അള്ളാഹാണ് തീരുമാനിച്ചത്. ദീനിലെ നിയമങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹക്കാണ്, അള്ളാഹുവിന്റെ അധികാരമാണ്. അതിൽ കൈകടത്തുന്നവനാണ് ബിദ്അത്ത് ഉണ്ടാക്കുന്നവൻ. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ദീനീ കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേറെ പങ്കുകാരെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ എന്നാണ് അള്ളാഹു തആല ചോദിച്ചത്. അപ്പൊ അള്ളാഹ്ക്ക് പുറമെ ഞാനൊരു റബ്ബാണ് എന്ന് വാദിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത് ഉണ്ടാക്കുന്ന ഒരാൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ മറ്റൊരു അപകടം, ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവർ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും നേർക്കുനേരെ പറയുന്നില്ലെങ്കിലും ഞാനൊരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് രണ്ട് കുറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ പറയുന്നു എന്നാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലാണ്, നഊദു ബില്ലാഹ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹക്ക് മറച്ചു വെച്ചവനാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നാവ് കൊണ്ട് പറയുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ്? അല്ലേ, ഒരാളൊരു ബിദ്അത്ത് ചെയ്യുന്നു, ഈ ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അള്ളാഹുലേക്ക് അടുക്കാൻ സഹായിക്കുന്നതാണ് ഈ പ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള നമസ്കാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക സലാത്ത്, ഇതിന് അള്ളാഹു പ്രത്യേക സ്ഥാനം കൊടുക്കും, 1000 പ്രാവശ്യം ഖുർആൻ ഓതിയ കൂലിയാണ് ഈ സലാത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സലാത്തുകളുണ്ട്. ഈ ഒരു സലാത്ത് കൊണ്ടുവരുന്ന ഒരാൾ, അയാളുടെ വാദം എന്താണ്? ഇത് ചെയ്താൽ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു മാർഗം അള്ളാഹുലേക്ക് അടുക്കാൻ ഉള്ളതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നോ? രണ്ട് ഉത്തരമുള്ളൂ. ഒന്നുകിൽ അറിയാമായിരുന്നു, അല്ലെങ്കിൽ അറിയില്ല. മൂന്നാമതൊരു ഉത്തരമില്ല. അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലായി. അറിയുമായിരുന്നു എന്ന് പറഞ്ഞാലോ, അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്ക് മറച്ചു വെച്ചു. അപ്പോ ദീൻ അറിയാതിരിക്കുക എന്ന് പറയുന്നതും മോശമാണ്, ഹക്ക് മറച്ചു വെക്കുക എന്ന് പറഞ്ഞത് വൻപാപമാണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഐബ്, ഒരു ന്യൂനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആരോപിക്കുകയാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത് ചെയ്യുന്ന ഓരോ ആളും അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ വലിയൊരു അപകടം, ശരീഅത്തിനെ തകർക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നമുക്ക് കടത്തിക്കൂട്ടാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും പലതായിരിക്കും നല്ലതായി തോന്നുക. അല്ലെ, ഇപ്പൊ പലതരത്തിലുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ബിദ്അത്തുകൾ കടത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇസ്ലാമിൽ കുറവാണ്. നിങ്ങൾ മറ്റു മതങ്ങൾ എടുത്തു നോക്കൂ. മറ്റു മതങ്ങളൊക്കെ ഇന്ന് കാണുന്ന പോലെ ആവാനുള്ള കാരണം എന്താണ്? അവർക്ക് ആ മതത്തെ സംരക്ഷിക്കാനുള്ള ഒരു സംരക്ഷണമില്ല, ഇതിൽ കടത്തിക്കൂട്ടാൻ പാടില്ല എന്നൊരു നിയമമില്ല. അതുകൊണ്ട് ആ മതങ്ങൾ എന്തായി? ശരിയേതാണ് തെറ്റേതാണെന്ന് അറിയാത്ത അവസ്ഥയിൽ അത് ചെതറിപ്പോയി. ഇസ്ലാമിനെയും അതുപോലെ ആക്കാനാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നല്ലതെന്ന് പറഞ്ഞ് കടത്തിക്കൂട്ടാമെന്ന് വാദിക്കുന്ന കക്ഷികൾ, അവർ നിങ്ങൾ എടുത്തു നോക്കൂ, അവർ ഒരു 10 ദീനുകൾ പോലെയാണ്. അവരോരോ നാട്ടിലും വ്യത്യസ്തമായ മതവിശ്വാസികളെ പോലെയാണ്. അവരുടെ ആരാധനാ കേന്ദ്രങ്ങളും അവരുടെ ആരാധനകളുടെ രൂപങ്ങളും ഒക്കെ പല രൂപത്തിലാണ്. അവർ കടത്തിക്കൂട്ടിയ ആചാരങ്ങൾ ഓരോ പഞ്ചായത്തിലും ഓരോ മഹലിലും വേറെ വേറെ രൂപത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ഒരേ മതക്കാരാണെന്ന് തോന്നുകയില്ല. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുന്നു. അത് മൊത്തം ഇസ്ലാമിന് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കാനുള്ള കാരണമാകും ബിദ്അത്തുകൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുന്നത്തും ബിദ്അത്തും ശത്രുവാണ്. ബിദ്അത്ത് കടന്നു വന്നാൽ അത്രയും സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും. ഇതെല്ലാം ബിദ്അത്തുകളുടെ അപകടങ്ങളാണ്. അപ്പൊ ഈ ഹദീസ് ബിദ്അത്തുകളെ കുറിച്ച് താക്കീത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുക എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. നമുക്ക് ഈ ബിദ്അത്തിന്റെ അപകടം മനസ്സിലാക്കി തന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട അൽ ഖസീദത്തുൻ നൂനിയ എന്ന് പറയുന്ന കവിതയിൽ പറഞ്ഞത്, വജ്അൽ ലിഖൽബിക മുഖ്ലതൈനി കിലാഹുമാ മിൻ ഖശ്യത്തിർ റഹ്മാനി ബാക്കിയതാനി. ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഈ നൂനിയ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം ബിദ്അത്തിന്റെ കക്ഷികൾക്കുള്ള മറുപടികളാണ്. 6000-ലധികം ബൈത്തുകളുണ്ട്.
6,000-ലധികം വരിയുള്ള ഒരു കവിതയാണ്. നൂന് കൊണ്ട് അവസാനിക്കുന്ന ഓരോ വരിയും നൂന് കൊണ്ട് അവസാനിക്കും. അതുകൊണ്ടാണ് നൂനിയ എന്നുള്ള പേര്. അപ്പൊ അതിൽ വിദേഹത്തിന്റെ കക്ഷികൾക്ക് മറുപടികൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, വജ്അൽ ലിഖൽബിക മുഖല്ലതൈൻ, നിന്റെ കൽബിന് നീ 2 കണ്ണുകൾ വെച്ചു കൊടുക്കുക, 2 കണ്ണുള്ളതായിട്ട് വിചാരിക്കുക. കിലാഹുമാ മിൻ ഖശ്യത്തിർ റഹ്മാനി ബാക്കിയതാൻ, അത് രണ്ടും അള്ളാഹിനെ പേടിച്ച് കരഞ്ഞുകൊള്ളട്ടെ. ലൗ ശാഅ റബ്ബുക കുൻത അയ്ളൻ മിസ്ലഹും, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നീയും ഇവരെ പോലെ ആകുമായിരുന്നു. വൽ ഖൽബു ബൈന അസാബി അർ റഹ്മാനി, കൽബുകൾ അള്ളാഹുവിന്റെ വിരലിനിടയിലാണ്. അള്ളാഹു അത് ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റം വരുത്തുന്നതാണ്. അപ്പോൾ അള്ളാഹു തആല ആഫിയത്ത് നൽകിയവർ അള്ളാഹുവിനെ സ്തുതിക്കുക. വിദേഹത്തുകളുടെ അപകടം അത് മനസ്സിലാക്കുകയും അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കാനും പിന്തുടരാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.